വേൾഡിലെ ടോപ്പ് 3 അഡ്വർടൈസിങ് കമ്പനീസിൽ പെട്ട ഒരു കമ്പനിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ്? അപ്പം ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് KFCയുടെ മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ ഒരു സാധനം ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ അതേ ചേക്കുക. അത് ആ ഫെയിലിയറിൽ നിന്ന് ഞാൻ വേറെ എന്തൊക്കെ പഠിക്കും. അതെ. അപ്പൊ വാപ്പ അറിയോ, അനക്ക് ഈ ഫെയിൽ ആവല് തന്നെ ഒരു പരിപാടിയാണല്ലോ. ഇത് തന്നെ ശരിയാവുക. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ ഈ MBAക്ക് പോണ ഒരു പരിപാടി. നിങ്ങൾ MBAക്ക് പോകുമ്പോൾ ഇതായിരുന്നല്ലേ ഞാൻ മെറ്റോഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്? രണ്ടും ചായക്കടയായിരിക്കും, പക്ഷെ ഒരെണ്ണം ഇച്ചിരി പ്രീമിയവും മറ്റേത് ഒരു നോർമലും ആകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായി ഒരു ഇംപ്രഷൻ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇത് ആടാന്ന് മനസ്സിലാവില്ല, കുമ്മനടിച്ചാണല്ലോ. അതെ, അവര് ഞങ്ങൾക്ക് എല്ലാം ഇൻഹൗസ് വേണം. ഞാൻ പറയും ഇൻഹൗസും ചെയ്തിട്ട് ഇത് എത്താൻ പോണില്ല. നിങ്ങൾ നിങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യുക ആൻഡ് ഹയർ ദ ബെസ്റ്റ് പീപ്പിൾ ഓർ ദ ഏജൻസീസ് ടു ഡു ദാറ്റ് ജോബ്. നമ്മളെവിടെയാണ് ഒരു കമ്പനി, ആ കമ്പനി തന്നെ ആയിരിക്കണം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചു ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുക, ഓൺലൈനിൽ സെയിൽസ് ഉണ്ടാക്കുക. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഓൺലൈൻ സെയിൽസ്. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര മിനിമം ബഡ്ജറ്റ് ഞാൻ കാണണം ആക്ച്വലി? വേൾഡിലെ ടോപ്പ് 3 അഡ്വർടൈസിങ് കമ്പനീസിൽ പെട്ട ഒരു കമ്പനിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളത്. അവൻ ആദ്യത്തിൽ അതിൻ്റെ ഇന്ത്യൻ ഡിവിഷനിൽ വർക്ക് ചെയ്തു. ഇപ്പം സെറ്റിൽഡ് ഇൻ UK ആണ്. പലപ്പോഴായിട്ട് നമ്മളെ ഗ്രൂപ്പിലുണ്ട്, കഴിഞ്ഞ 2 കൊല്ലമായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നെങ്കിൽ ഞാൻ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, അവൻ ഇവിടെ ഉണ്ടാവില്ല. എനിവേസ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നാട്ടിലുള്ളൊരു സമയം വന്നിട്ടുണ്ട്. സോ വെൽക്കമിങ് ഷെബിൻ ഓൺ ടു ദ ഷോ. താങ്ക് യു. ഷെബിനെ, നമുക്ക് തുടങ്ങാം. യെസ്. എന്താണ് നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ്? പെർഫോമൻസ് മാർക്കറ്റിംഗ് ഞാൻ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആദ്യം WPP ചെയ്യുന്ന രീതിയിൽ പറയാം. അപ്പോൾ അവിടെ ഞാൻ ഇപ്പം മാനേജ് ചെയ്യുന്ന ക്ലയൻസ് എന്ന് പറയുമ്പോൾ മാർക്സ് ആൻഡ് സ്പെൻസർ, M&S, അവരുടെ ക്ലോത്തിങ് കാറ്റഗറിയും, അതുപോലെ തന്നെ KFCയുടെ ടോട്ടൽ UKയുടെ മാർക്കറ്റിംഗ് ആണ് പെയ്ഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ പെയ്ഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ലൈക്ക് മെറ്റ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, റെഡിറ്റ്, ഇങ്ങനെ വരും, പിൻട്രസ്റ്റ്, ഇതെല്ലാം വരും. അപ്പം ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് KFCയുടെ മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. അതിന് എനിക്കൊരു ടീമുണ്ട്. അപ്പം ഞാനതൊരു സ്ട്രാറ്റജിക്കലി ഹെഡ് ചെയ്യും, മാനേജ് ചെയ്യും, ഔട്ട്കം കൊടുക്കുക. ഓക്കെ. അപ്പോൾ പെയ്ഡ് ആഡ്സ് റൺ ചെയ്തിട്ട് അവരെന്താണോ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഗോള് എന്തൊക്കെയായിരിക്കാം? സോ ഇപ്പോൾ KFCയുടെ ഒരു കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു മാർക്കറ്റിംഗ് ഗോള് കുറച്ചുകൂടെ ക്വാണ്ടിഫൈഡ് ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഒരു പുതിയൊരു ബർഗർ ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബർഗർ ലോഞ്ച് മാക്സിമം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് അത് മാക്സിമം സെൽ ഔട്ട് ചെയ്യുക. അപ്പൊ സെൽ ഔട്ട് ചെയ്യാനായിട്ടായിരിക്കത്തില്ല അവർ പറയുന്നത്, അവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. കാരണം അവരുടെ മാർക്കറ്റിംഗ് ടീമിന് അറിയാം ഹൈപ്പ് ക്രിയേറ്റ് ആയെങ്കിൽ ഓൾറെഡി പ്രൊഡക്റ്റ് സെല്ലായി പൊക്കോളും എന്നുള്ളത്. അപ്പം നമ്മുടെ ഫോക്കസ് അവിടെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. ഓക്കെ. ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അതിനകത്ത് ഞാൻ ഹൈപ്പ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിംഗ് ടേംസ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓഫ് ഫണൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് മൈൻഡ് അവയർനെസ് എന്ന് പറയും. ഇപ്പം ഷാനിന് ഒരു ചിക്കൻ ബർഗർ കഴിക്കണം എന്ന് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഷാനോട് ചോദിക്കുക, ഷാൻ നമുക്കൊരു ചിക്കൻ ബർഗർ കഴിക്കാം, എവിടെയാണ് പോകേണ്ടത്, ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാൻ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഏതാണോ പറയാൻ വരുന്നത്, അത് ഷാന്റെ ടോപ്പ് ഓഫ് മൈൻഡ് അവയർനെസ്. ഷാന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചിക്കൻ ബർഗർ എന്ന് ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഞാൻ നോർമലി എക്സ്പ്രസ് പറയുള്ളൂ. അപ്പൊ അതായത് ഇപ്പൊ ആ ഒരു ബ്രാൻഡാണ് ഷാൻ കൺവിൻസ്ഡ് ആയിരിക്കുന്നത്. എന്റെ പണി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രോഡക്റ്റിനെ UK മാർക്കറ്റിൽ ഇതുപോലെ നമ്മളുടെ കോർ ഓഡിയൻസിലേക്ക് ടോപ്പ് ഓഫ് മൈൻഡിൽ അവരൊരു ബർഗർ കഴിക്കണം എന്ന് നോക്കുമ്പോൾ ഈ KFC ആയിരിക്കണം അവരുടെ മനസ്സിൽ വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്ലേവർ, ഹോട്ട് ഹണി. സോ ഹോട്ട് ഹണി എന്ന് പറയുന്ന ഒരു ഫ്ലേവറിനകത്ത് ഏതെങ്കിലും ഒരു ബർഗർ കഴിക്കാനായിട്ട് ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ അത് KFC ആയിരിക്കണം അവർ പിക്ക് ചെയ്യേണ്ടത്. അത് അവരെ കൺവിൻസ് ചെയ്യണം. അതിനുള്ള സ്ട്രാറ്റജീസ് നമ്മളുടെ ചാനൽസ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ChatGPT, ജെമിനി പോലുള്ള ടൂൾസിലാണ് നമ്മളിപ്പോൾ പല പ്രൊഡക്ട്സും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾസിൽ നമ്മളെ പ്രൊഡക്ട്സും നമ്മളെ ഷോപ്പിഫൈ സ്റ്റോറും വിസിബിൾ ആവണ്ടേ?
അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് fixmystore.com, ഹൂ ഈസ് ദ സ്പോൺസർ ഫോർ ദിസ് എപ്പിസോഡ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. മനസ്സിലായി. പക്ഷേ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് നിങ്ങളത് ചെയ്തു? അതിനൊരു ഒരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. എന്താണ് അതിന് പറയാ? എങ്ങനെയാണ് അവർ മെഷർ ചെയ്യുക? നമുക്കിപ്പം ബ്രാൻഡിങ്ങിന് ഇപ്പം ടോപ്പ് ഓഫ് മൈൻഡിന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ഓഫ് അവയർനെസ്സിനകത്ത് മെഷർ ചെയ്യാനായിട്ടുള്ള മെഷറിംഗ് മെത്തേഡ്സ് ഉണ്ട്. BLS സ്റ്റഡീസ് എന്ന് പറയും. ബ്രാൻഡ് ലിഫ്റ്റ് സർവേസ് ആണത്. ബ്രാൻഡ് ലിഫ്റ്റ് സർവേസ്. ഇതൊരു സർവീസ് അല്ല, സർവേസ്. അപ്പൊ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മെറ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഡ് യു സി ആഡ് ഫ്രം ദിസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് 2-3 ബ്രാൻഡിന്റെ ഒക്കെ പേരൊക്കെ നമ്മൾ ചെറിയ സർവേ പോലെ ചോദിക്കുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഇതിനകത്ത് നമ്മൾ പിക്ക് ചെയ്യുന്ന ആൻസേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ആഡ് 2 കാറ്റഗറിയിലോട്ടായിരിക്കും ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അതായത് ആഡല്ല, ഈ ഒരു ടെസ്റ്റ് 2 കാറ്റഗറിയിലേക്ക് നമ്മൾ പോയി ഈ ഒരു ടെസ്റ്റ് നമ്മളല്ല ചെയ്യുന്നത്. ഇതൊക്കെ ബാക്കിന്റെ പ്ലാറ്റ്ഫോം ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ടിക്ടോക്ക് അല്ലെങ്കിൽ ഗൂഗിൾ, ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ BLS സ്റ്റഡി നടത്തുന്നത്, ആ പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. BLS നമ്മൾ റിക്വസ്റ്റ് ചെയ്യണോ പ്ലാറ്റ്ഫോമിനോട്? യെസ്, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞൊരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനകത്ത് ഈ ഒരു എത്രത്തോളം ടോപ്പ് ഓഫ് അവയർനെസ്സിനകത്ത് എത്രത്തോളം റിസൾട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ BLS സ്റ്റഡി നമ്മൾ അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ക്ലയന്റിന് സ്ട്രാറ്റജി പിച്ച് ചെയ്യുന്ന കൊടുത്ത് നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പറയും. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിന് ഓരോ ബഡ്ജറ്റ് റിക്വയർമെന്റ് ഉണ്ട്. സ്പെൻഡ് ചെയ്താലേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിനകത്ത് തന്നെ ടോട്ടൽ മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു ആഡ് അക്കൗണ്ടിന്റെ അല്ല, ആ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിന് വേണ്ടി തന്നെ നമുക്കിപ്പം മെറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 60,000 pounds ആണ് UK. നമുക്ക് അതിന്റെ കൺവേർഷൻ ആയിട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 6 സംതിങ് lakhs വരും. അപ്പൊ അത്രയും ബഡ്ജറ്റ് നമ്മൾ ആ ഒരു ക്യാമ്പയിൻ ബഡ്ജറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ. യെസ്, അതിൽ തന്നെ നമുക്ക് 2 വേരിയേഷൻസ് ഉണ്ട്. സിംഗിൾ സെല്ലും ഉണ്ട്, മൾട്ടി സെല്ലും ഉണ്ട്. അത് ഇച്ചിരി അഡ്വാൻസ് ലെവലാണ്. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറയും. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഡ് കണ്ട ആൾക്കാരെയും ആഡ് കാണാത്ത ആൾക്കാരെയും ഈ 2 പേരുടെ അടുത്ത് നമ്മൾ നമ്മുടെ ആഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് നോക്കും. അപ്പൊ ആഡ് കണ്ട ആൾക്കാരും ആഡ് കാണാത്ത ആൾക്കാരും തന്ന റെസ്പോൺസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, ഷാൻ ആഡ് കണ്ടു, ഞാൻ ആഡ് കണ്ടില്ല. നമ്മൾ 2 പേരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, ഹോട്ട് ഹണി ഫ്ലേവർ ഉള്ള ബർഗർ കഴിക്കുവാണെങ്കിൽ ആരെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ വിച്ച് ബ്രാൻഡ് യു അസോസിയേറ്റ് വിത്ത് ദിസ് ഫ്ലേവർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 2 പേരും 2 ബ്രാൻഡുകൾ ചൂസ് ചെയ്തു. ഇതിനകത്ത് ആഡ് കണ്ട ആൾക്കാർക്ക് വന്ന ഇമ്പാക്റ്റും ആഡ് കാണാത്ത ആൾക്കാർക്ക് വന്ന ഇമ്പാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ആഡ് കൊണ്ട് വന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിടികിട്ടോ? അപ്പൊ അങ്ങനെ ഒരു സാധനം ഓൾറെഡി അവൈലബിൾ ആണ്, ഞാൻ അറിയിച്ചേക്കുക. ഓക്കെ, അപ്പം ബേസിക്കലി ആ ബ്രാൻഡ് തന്നെ ചോദിക്കും. ഓക്കെ, അവർ പറയും ഓക്കെ ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, സോ വി ആൾസോ നീഡ് എ BLS സർവേ അലോങ് വിത്ത് ദിസ്. സോ ആ സർവേ ആ പ്ലാറ്റ്ഫോം നമുക്ക് തരും. അത് നിങ്ങൾ അതേപോലെ ബ്രാൻഡിന് അയച്ചു കൊടുക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് എന്താണോ ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പം ചിലപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജിങ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ക്യാമ്പയിൻ ഒക്കെയാണ് ചെയ്യുന്നത്, നമ്മളൊരു ടാഗ്ലൈൻ ആയിരിക്കും നമ്മളോട് സെല് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ടാഗ്ലൈൻ മാക്സിമം എല്ലാവരുടെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഏത് ബ്രാൻഡാണ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് അസോസിയേഷൻ ആണ്. മെസ്സേജ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ മെസ്സേജ് അസോസിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് അവയർനെസ്സിന് അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്ന ചാൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു ടെസ്റ്റിന് മാക്സിമം ചിലപ്പോൾ ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എടുക്കുന്ന ഏത് ടെസ്റ്റ് ആണെന്ന് നോക്കിയിട്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ നോക്കുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ അതിന് പിക്ക് ചെയ്യുന്നു, നമ്മൾ അത് ക്ലയന്റിന് അപ്രൂവൽ എടുക്കുന്നു, ദെൻ പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്നു. സോ പ്ലാറ്റ്ഫോമാണ് ആ ഒരു സർവേ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡിന്റെ ലെവലിലല്ല ടെസ്റ്റ് വരുന്നത്. മനസ്സിലായി. അതൊരു റാൻഡം സർവേ പോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം പേജിൽ നമ്മൾ കാണും. അതിൽ കിട്ടുന്ന റെസ്പോൺസ് ബേസ് ചെയ്തിട്ട് അവർ പ്ലാറ്റ്ഫോം അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ഒരു റിസൾട്ട് റിപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 60,000 pounds എത്ര റുപ്പീസായി കൺവേർഷൻ റേറ്റ് ആണ്. ഇപ്പം ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് എത്രയാണോ അതിന് നല്ല 60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു പൗണ്ടിന്റെ കൺവേർഷൻ റേറ്റ് 80-90 ഉണ്ടോ? അധികം ഉള്ളു, ഒരു 120 above ഒക്കെ ഉണ്ട്. ആ ഒരു 100 വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 60 ലക്ഷം സ്പെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് ആയിരിക്കണം. 60 ലക്ഷത്തിന് മേളിൽ വരും ആ ക്യാമ്പയിനിൽ. പക്ഷെ അത് ടൈം പീരീഡോ? ആ ടൈം പീരീഡിൽ നമുക്ക് കുഴപ്പമില്ല. ഒരു മിനിമം ഇത്ര ഇംപ്രഷൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ സർവേ കിട്ടണമെങ്കിൽ എത്ര ടൈം പീരീഡിനോട് ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം? മാക്സിമം ടൈം യൂഷ്വലി ഒരു 90 days ഒക്കെയാണ് പറയുന്നത്. 3 months. അതായത് എല്ലാ മാസവും ഏകദേശം 20 to 30 lakhs മുടക്കുന്ന ആൾക്കാരാണെങ്കിൽ മന്ത്ലി എന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിവിടെ നോക്കേണ്ടത് ഒരു മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പം
കേരള ആസ് എ മാർക്കറ്റ്. ഞാനിപ്പോൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് മേ ബി ഒരു ഫ്ലവർ വേസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഫ്ലവർ വേസിന്റെ ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ഫ്ലവർ വേസ് വെക്കാൻ പറ്റാത്ത ഏതെങ്കിലും വീടുകളുണ്ടോ കേരളത്തിൽ? ഇല്ല. എല്ലാ വീട്ടിലും നമുക്ക് ഫ്ലവർ വേസസ് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ എന്റെ അഡ്രസ്ബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കേരളത്തിന്റെ വീടുകളുടെ എണ്ണമായിരിക്കും, അല്ലെങ്കിൽ ഹൗസ് ഓണറിന്റെ എണ്ണമായിരിക്കും. ഇത് ഒരു സർട്ടൻ ലാക്സ് അല്ലെങ്കിൽ ഒരു കോടികളുണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. അപ്പൊ ഇവിടെ ഞാൻ ബ്രാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും ഞാൻ ചുമ്മാ പോയിട്ട് ഒരു റീച്ച് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് അത് ബ്രാൻഡിങ് ആവത്തില്ല. എന്റെ ടോട്ടൽ മാർക്കറ്റ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു 1 crore ആണ് ടോട്ടൽ ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ ഈ 1 crore എത്ര പെർസെന്റേജിനെ എനിക്ക് എന്റെ ബ്രാൻഡിനെ എത്തിക്കാൻ പറ്റും? അവരിൽ 100% എത്തിക്കുക എന്നുള്ള അത്ര ഈസി അല്ല. പക്ഷെ നമുക്ക് യൂഷ്വലി ഒരു റിയലിസ്റ്റിക്കലി ഒരു 70% വരെ നമുക്ക് പെയ്ഡ് ആഡ്സിലാണെങ്കിലും എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഒരു മെറ്റലിൽ തന്നെ ഒരു റിസർവേഷൻ ബൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഉണ്ട്. റിസർവേഷൻ ബൈയിങ് അല്ലെങ്കിൽ റീച്ച് ആൻഡ് ഫ്രീക്വൻസി ബൈയിങ് എന്ന് പറയും. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് ആണ്. നമ്മൾ ഒരാളെ ആഡ് കാണുന്ന ചാൻസ് തീരുമാനിക്കുന്നത് 3 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ആഡ് അയാൾക്ക് അത്ര റിലവന്റ് ആണ്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് ഇയാൾ നമ്മൾ നോക്കുന്ന ആക്ഷൻ എടുക്കുവോ, പിന്നെ നമ്മുടെ ബിഡ് എമൗണ്ട്, 3 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഒരു സ്കോർ ഉണ്ടാവും. ആ സ്കോർ എനിക്കും ഷാനിനും നോക്കുമ്പോൾ ഷാനാണ് ആ സ്കോർ കൂടുതൽ എന്നുണ്ടെങ്കിൽ ആഡ് ഷാനിനായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ബേസ്ഡ് ബൈയിങ്. മനസ്സിലായി. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ റിസർവേഷൻ ബേസ്ഡ് ബൈയിങ് ആണ്. അത് അത്യാവശ്യം സ്പെൻഡ് ഉള്ള ആഡ് അക്കൗണ്ട്സിന് ആ ഒരു ഓപ്ഷൻ അവരുടെ ആഡ് അക്കൗണ്ട്സിൽ തന്നെ ഉണ്ടാവും. ബൈയിങ് ടൈപ്പിനകത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാണാനായിട്ട് പറ്റും. റിസർവേഷൻ ബൈയിങ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യുന്ന ബഡ്ജറ്റിൽ എനിക്ക് അവിടെ ഒരു റിസർവ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ട് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. എനിക്കിപ്പോൾ ടോട്ടൽ ഇപ്പോൾ 1 crore ഓഡിയൻസിനെ എനിക്ക് നമ്മുടെ ആഡ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇത്ര ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റും. അതിൽ തന്നെ എത്ര തവണ അവരെ ഒരു വീക്കിനകത്ത് തന്നെ എത്ര തവണ, അതിന് ഫ്രീക്വൻസി എന്ന് പറയും. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് റെക്കമെൻഡ് ചെയ്യുന്ന 3 ഫ്രീക്വൻസി ഒക്കെ ഒരു വീക്കിലി ഒരാളെ നമ്മൾ ആഡ് കാണിക്കൊണ്ട് അയാൾ അത് അസോസിയേറ്റ് ചെയ്യാനും അയാൾ അതിനെ ഓർത്തിരിക്കാനും ചാൻസസ് കൂടുതലാണ്. കറക്റ്റ്. അപ്പോൾ എനിക്ക് അവരെ അപ്പോൾ പ്രോപ്പർലി ഈ ഒരു ബ്രാൻഡ് സെല് ചെയ്യാനായിട്ട് എത്ര ബഡ്ജറ്റ് വേണമെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആയിട്ട് എനിക്ക് അവിടെ റിസർവ് ചെയ്യാൻ പറ്റും. സോ വൺസ് ആ ക്യാമ്പയിൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ടെസ്റ്റ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മെഷർ ചെയ്യാം. അപ്പോൾ അതും ആ ബഡ്ജറ്റ് റിക്വയർമെന്റ് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്തും തരും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ പറയുന്നത് ഇത്രയൊക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് ആ സ്റ്റഡി കിട്ടുള്ളൂ. ബഡ്ജറ്റ് റിക്വയർമെന്റ് യെസ്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന മൊത്തം ഇത്രയും ബഡ്ജറ്റ് ഉള്ള ആൾക്കാരുമായിട്ടാണ്. സോ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ BLS സ്റ്റഡിയാണ്, BLS സർവേ ആണ് ബേസിക്കലി അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. ഏജൻസി നേർക്ക് വർക്ക് ചെയ്ത് തോന്നില്ലേ? അതെ അല്ലേ? അതെ. ഓക്കെ, ഈസ് ദർ എനി അതർ വേ? പിന്നെ അല്ലാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പ്യുവർലി നമുക്ക് ഒരു ലൈക്ക് ട്രാൻസാക്ഷൻ ബേസ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. സെയിൽസ് റവന്യൂ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇയർ ത്രൂ ഔട്ട് നമുക്ക് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു പർട്ടിക്കുലർ ക്വാർട്ടറിൽ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള നമ്മുടെ മന്ത്ലി റവന്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ബിഫോറോ ആഫ്റ്റർ റവന്യൂ നോക്കി. അതെ, അതിനകത്ത് നമ്മൾ ബിഗർ ബ്രാൻഡ്സിന് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ട്രിപ്പിൾ എം റിപ്പോർട്ടിംഗ് എന്ന് പറയും, മാർക്കറ്റിംഗ് മിക്സ് മോഡലിംഗ് എന്ന് പറയും. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണ്. കുറച്ചുകൂടെ ട്രഡീഷണൽ മെത്തേഡാണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഏറ്റവും ബേസ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം TV-യിൽ ആഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ഈ 3 ചാനൽസ് ഞാൻ ചെയ്യുന്നുണ്ട്, കൂടെ സെർച്ച് ആഡും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ TV-യിലുണ്ട്, പല ചാനൽസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ക്വാർട്ടറിൽ ഞാൻ ഒരു ചാനൽ ഒഴിവാക്കും. ഓക്കെ, ഒരു ക്വാർട്ടറിൽ ഒരു ചാനൽ ഒഴിവാക്കും. അടുത്ത ക്വാർട്ടറിൽ ഞാൻ പുതിയൊരു ചാനൽ ആഡ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ വർഷത്തിൽ നമ്മളിങ്ങനെ പല കോമ്പിനേഷൻ ചെയ്തിട്ട് ആ വർഷത്തിൽ ഫുള്ള് എല്ലാത്തിന്റെ ഡേറ്റ നമ്മൾ എടുക്കും. നമ്മുടെ സെയിൽസ് ഡേറ്റ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഡേറ്റ, എല്ലാ ഡേറ്റ എടുത്തിട്ട് ഈ ട്രിപ്പിൾ എം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന തന്നെയുള്ള കമ്പനീസ് ഉണ്ട്, അതിനുവേണ്ടി തന്നെയുള്ള ഓഡിറ്റിംഗ് കമ്പനീസ് ഉണ്ട്. നമ്മൾ ആ ഡേറ്റ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നമ്മളെ ചാനൽ നമ്മൾ റിമൂവ് ചെയ്ത സമയത്ത് നമുക്ക് വന്ന ഇമ്പാക്ട് എന്താണ്, ഒരു പുതിയ പ്ലാറ്റ്ഫോം നമ്മൾ ആഡ് ചെയ്തപ്പോൾ ആ ക്വാർട്ടറിൽ നമുക്ക് വന്ന ഇമ്പാക്ട് എന്താണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ് ഇത്. ബേസിക്കലി 100% അക്യുറേറ്റ് നമ്പേഴ്സ് അല്ല, ബട്ട് ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി. ദെൻ അതുവഴി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ്സിന് TV ആസ് എ ചാനൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ റോവാസിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ചാനലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാറ്റ്ഫോംസിലോട്ടോ അല്ലെ ഓരോ ചാനലിന് വലിയ ബ്രാൻഡുകൾ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓ നൈസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കുറച്ച് ടേംസ് ഒക്കെ പറഞ്ഞു, BLS, ട്രിപ്പിൾ എം. നിങ്ങൾ എന്താ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ MCA ആണ് പഠിച്ചത്. വെരി ഗുഡ്. ഒരു ബന്ധമില്ല. അപ്പൊ എങ്ങനെയാ മാർക്കറ്റിംഗിലേക്ക് എത്തി? നമ്മൾക്ക് ഇനി കുറച്ച് റീവൈൻഡ് അടിക്കാം. ഓക്കെ, എവിടുന്നാണ് ഷെബിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എങ്ങനെയാണ് ആ ഒരു ഒന്നൊന്ന് മെച്ചുവർ ആയതിനു ശേഷം? IT കരിയറിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
ഇഷ്ടമായിരുന്നു. ലൈക്ക് IT പ്രോഡക്ട്സ് ഒരു ആപ്സ് ബേസ്ഡ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു എപ്പോഴും ഇഷ്ടമാണ്. എന്തൊരു സാധനത്തിൽ നമുക്കൊരു ഒരു 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 സൊല്യൂഷൻ പ്രൊവൈഡിങ് മോഡൽ നമ്മൾ ചിന്തിക്കും എപ്പോഴും. അപ്പോൾ IT ഞാൻ +1 ടൈം ആയപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ബേസിക്കലി. അല്ലാണ്ട് മാർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, മാർക്ക് കുറവുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റത്തില്ല. പറ്റൂല. ഓക്കെ, മറ്റേ കൊമേഴ്സ് ആണ്. അപ്പൊ പ്രശ്നമല്ല, മാർക്ക് കൂടിയ ജാതി. അതെ. അത് കഴിഞ്ഞ് അപ്പൊ ആ ഒരു സമയത്ത് ടോട്ടലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് MCAക്ക് പോയി. അപ്പൊ ആ ഒരു ടൈം ത്രൂ ഔട്ട് ഒരു IT കരിയർ എന്നുള്ള രീതിയിൽ തന്നെ പോയി. MCAക്ക് ഞാൻ പോയപ്പം അവിടെ ഞാൻ കുട്ടിക്കാനം മരിയൻ കോളേജിലാണ് പഠിച്ചത്. അവിടെ കുറച്ചുകൂടെ ഓണ്ടർപ്രണർഷിപ്പ് അവിടെ പുഷ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് ഞങ്ങൾ കുറച്ച് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ പഠിക്കുന്നില്ല നേരെ എലോൺ മസ്കോ അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗ് സ്റ്റീവ് ജോബ്സ് ഒക്കെ ആവാനാണ്. അതുപോലെ അങ്ങ് പോയി. അപ്പം അത് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കുള്ള ചെറിയ അറിവ് വെച്ച് നമ്മൾ വലിയ രീതിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം കുറച്ച് കൂടുതലാണ്. അങ്ങനെ വന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ഫെയിലായി. ബട്ട് ആ ഫെയിലായ കാര്യങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സ്. ഇന്നും ഒരു ഡൗട്ടും ഇല്ല, ഇപ്പോഴും ഞാനൊക്കെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അത് ആ ഫെയിലിയറിൽ നിന്ന് ഞാൻ വേറെ എന്തൊക്കെ പഠിക്കും. അപ്പൊ വാപ്പ അറിയോ, അനക്ക് ഈ ഫെയിൽ ആവല് തന്നെ ഒരു പരിപാടിയാണല്ലോ, ഇത് തന്നെ ശരിയാവുക. ഓക്കെ. അപ്പോൾ അന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ IT അല്ലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയതും കുറച്ചുകൂടെ എനിക്കും വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രോത്ത് ലെവലിലാണ്. ഓക്കെ. അപ്പോൾ അന്നേരം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബിസിനസ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണോ. ബട്ട് പിന്നെ എനിക്ക് മനസ്സിലായി മാർക്കറ്റിങ്ങിനകത്ത് തന്നെ ബിസിനസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രീം. ഓക്കെ. അന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ് അങ്ങനത്തെ ടേംസ് ഒന്നുമില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കുന്നത് ഏത് ഇയറിലാണ്? 2017-18 ടൈമിൽ. ഓക്കെ. അപ്പോഴും കുറച്ചുകൂടെ ടെക് ബേസ്ഡ് ആണ്, ചിന്തിക്കുന്ന ഐഡിയാസ് ആണ്. നമ്മൾ ആപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കസ്റ്റമറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാനായിട്ടും അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഒരു എംപതറ്റിക്കൽ സ്കിൽ ഉണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് നോക്കും. അപ്പം നമ്മൾ വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് അവിടുത്തെ ക്ലയൻസിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ഓഫർ, ഇതിന് ഈ ഒരു ബട്ടൺ എന്തൊക്കെ ചേഞ്ച് വരുന്നു. അപ്പം CRO ബേസിക്കലി അപ്പം തന്നെ നമ്മൾ ഒരു ബേസിക് സ്കിൽ അവിടുന്ന് ഡെവലപ്പ് ചെയ്തു. ദെൻ അവിടുന്ന് അത് എനിക്ക് ഫിക്സ് മൈ സ്റ്റോർ ഓർമ്മ. ഫിക്സ് മൈ സ്റ്റോർ .com. അതെ. മറ്റേ ഷോപ്പിഫൈ വെബ്സൈറ്റ്സിന് ഷോപ്പിഫൈ വെബ്സൈറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ, അതിന്റെ റവന്യൂ ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഷോപ്പിഫൈ. അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു റീജിയനിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 95% ബിസിനസ് ഓണേഴ്സും ഓൺലൈൻ സെല് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് CRO നോളജ് ഇല്ല. അവർക്ക് CRO ഒരു നെസസിറ്റി പോലും എന്താണെന്ന് അറിയത്തില്ല. അവർ ലുക്ക് ആൻഡ് ഫീൽ മാത്രമാണ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു 1 lakh മുടക്കി ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. അതുവഴി നമ്മൾ സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പെയ്ഡ് ആഡ്സ് ആണെങ്കിലും ചെയ്യുക. അവർ 1 lakh വെച്ച് മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് മേ ബി ഒരു 40,000 ആണെന്ന് വിചാരിക്കാം റിയലിസ്റ്റിക്കലി. ഈ CROയിൽ ചിലപ്പോൾ അവർക്ക് വേണ്ട ഒരു 1 lakh അവർ ഇൻവെസ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ 1 lakh ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റില് അറ്റ്ലീസ്റ്റ് ഒരു 2 to 10 times അവർക്ക് ഹയർ പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. സിമ്പിൾ CRO ചേഞ്ചസ് കാരണം. ഓക്കെ, വിൽ കം ബാക്ക് ടു യുവർ സ്റ്റോറി. നമ്മൾ CROയ്ക്ക് പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ CRO ചെയ്യുമ്പോൾ നിങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു ഡിജിറ്റൽ ജേർണിയിലുള്ള ടച്ച് പോയിന്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്പം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്ന് കുറെ ബേസിക് ലെസൺസ് കാര്യങ്ങൾ കുറെ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടി. അത് പഠിച്ചു. പിന്നെ വന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് തന്നെ ഫുൾ ടൈം ഇറങ്ങുന്ന ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഒരു 2018-19 പീരീഡിൽ ഫുൾ ടൈം വേറെ ജോബ് പരിപാടികൾ നോക്കുന്നത്. നമ്മളൊരു ആപ്പ് ഡെവലപ്മെന്റ് അത് ലോഞ്ചിങ്ങിന്റെ പരിപാടികൾ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എടുത്ത് ചാടി. പക്ഷെ കൈ ഒത്തിരി പൊള്ളിയിട്ടില്ല, സമയം മാത്രമേ നഷ്ടമുള്ളൂ. അതിനകത്ത് കുറച്ചും കൂടെ കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരുന്നു എടുത്തത്. അതിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഷെയർഡ് എക്കോണമിയിലാണ് ഇൻഡസ്ട്രി വരുന്നത്. നമ്മുടെ ഊബറാണ് ഷെയർ എക്കോണമിയാണ്, സിവിലാണ്. നമ്മളൊന്നും ഓൺ ചെയ്യുന്നില്ല. ഒരു എന്താ പറയാ, ഷാനിന് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഷോർട്ട് ടൈം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യുക. ഞാൻ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു മിഡിൽമാൻ ഇൻവെന്ററി ആയിട്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മിഡിൽമാൻ ആയിട്ട് ഇവരെ കണക്ട് ചെയ്യുന്നു. ആ ട്രാൻസാക്ഷന്റെ ഒരു പെർസെന്റേജ്. ഇത് UK അല്ലെങ്കിൽ കാനഡ വെസ്റ്റേൺ മാർക്കറ്റ്സിലൊക്കെ ഓൾറെഡി യൂറോപ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. എന്തായിരുന്നു നിങ്ങൾ ചെയ്ത എക്സാക്ട് ബിസിനസ് മോഡൽ? ഞാനിപ്പോ പറഞ്ഞ സെയിം സാധനം തന്നെ. നമ്മൾ റെന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ റെന്റ് ഫോർ എക്സാമ്പിൾ ക്യാമറ.
ക്യാമറ നമ്മൾ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ക്യാമറ റൺ ഔട്ട് ചെയ്യാം. Yes. ഓ അതുപോലെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് എനിക്കൊന്ന് അയൺ ചെയ്യണം. എനിക്ക് ഇവിടെ അയൺ ബോക്സ് ആരും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആൾക്ക് അയൺ ബോക്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് പോയി അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് മടിയായിരിക്കും. പക്ഷെ എനിക്ക് ഈ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട പ്രോഡക്റ്റ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർ ബൈ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എനിക്ക് അവരുടെ അടുത്ത് കണക്ട് ചെയ്ത സാധനം മേടിക്കാൻ പറ്റും. അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം, എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ട്രൂ പ്രോബ്ലം സോൾവിംഗ് ആണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനൊരു ബിഗർ പ്രശ്നമുണ്ട്. ഈ പ്രോഡക്റ്റിന്റെ സെക്യൂരിറ്റി ആര് കൊടുക്കും? എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിന് വർക്ക്ഔട്ട് ആകുന്ന ഒരു സാധനം ഉണ്ട്. ബേസിക്കലി ഈ ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തെ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഷെയർഡ് എക്കോണമിക്ക് ഉള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഇന്ത്യക്ക് ഇല്ല. ഇന്ത്യയിൽ ഷെയർഡ് എക്കോണമിക്ക് ഒരു ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ AXA ഇൻഷുറൻസ് ബ്രാൻഡിന്റെ ഇന്ത്യൻ CEO ആയിട്ട് 2 മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു ആ ടൈമിൽ തന്നെ. പക്ഷെ Airbnb കവർ ഇന്ത്യൻ Airbnbസിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവർക്ക് ഒറിജിനലി യൂറോപ്പിൽ നിന്ന് തന്നെ ഉള്ള ഡേറ്റ അവർക്ക് ബാക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ AXA ഞാൻ പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനി വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യാനായിട്ടുള്ള റിസ്ക് അനാലിസിസ് ഡേറ്റ നമ്മൾ കമ്പനി ഇൻഷുറൻസ് ഇല്ലാതെ ലോഞ്ച് ചെയ്ത് അതിൽ വരുന്ന ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളുടെ ഡേറ്റ വെച്ച് അവർക്ക് ഒരു റിസ്ക് അനാലിസിസ് ബിൽഡ് ചെയ്തിട്ട് അവരൊരു കസ്റ്റം പ്ലാൻ നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നൊരു റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ USP എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് ആണ്. ഈ ഇൻഷുറൻസ് കോമ്പറ്റേറ്റേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഫുള്ള് റിസ്ക് എടുത്ത് ഞാനിത് ലോഞ്ച് ചെയ്ത് അതുവഴി ഞാനൊരു ഷെയർഡ് എക്കോണമി ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ അത് കോമ്പറ്റേറ്റേഴ്സിനും കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് USP ആയിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. അല്ല, അപ്പോഴത്തേക്ക് നിങ്ങൾ വലുതായി ഉണ്ടാവല്ലോ. നിങ്ങൾ വലിയ ബ്രാൻഡായി. ഇപ്പൊ യൂബർ ലോഞ്ച് ചെയ്തതുകൊണ്ട് വേറെ ആരും ലോഞ്ച് ചെയ്യാണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയല്ല, പക്ഷെ അന്ന് നമുക്ക് അത്രയും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അന്നേരം ഇത്രയും ഒരു കോൺഫിഡൻസ് സ്കില്ലൊന്നും അത്രയും നേരത്തെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഔട്ട് ചെയ്തു. ബാക്കൗട്ട് ചെയ്തതിനകത്ത് വേറെ സ്റ്റോറി കൂടെ ഉണ്ട്. അന്നേരം എനിക്ക് എന്റെ ഒരു കോളേജ് ടൈമിൽ തന്നെയുള്ള അഫയർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങള് കല്യാണമൊക്കെ നേരത്തെ ഉറപ്പിച്ചു. പക്ഷെ ചെറുക്കന് ജോലിയില്ല. ചെറുക്കൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ആണല്ലോ. ഇപ്പോഴത്തെ പോലെ സെക്സി അല്ല സ്റ്റാർട്ടപ്പ്, ഒരിക്കലും അല്ല. ഓക്കെ, അപ്പം കല്യാണം ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞ് വീണ്ടും 2 വർഷമായിട്ടും ഒന്നും എങ്ങും എത്തുന്നില്ല. അപ്പം പെണ്ണിനൊപ്പം വേറെ ആലോചനകളൊക്കെ വരേണ്ട കുട്ടി വേണോ അല്ലെങ്കിൽ ബിസിനസ് വേണോ? അത് തന്നെ ആ ഒരു പോയിന്റിലേക്ക് വന്നു. എനിക്കൊരു ഒരു മെയ് മാസം വരെ ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ തീരുമാനമാകും. ഒന്നെങ്കിൽ ബിസിനസ് സെറ്റ് ആവുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുക. അപ്പൊ ബിസിനസ്സിന് ഞാൻ ആഞ്ഞു നോക്കിയിട്ടും എങ്ങും എത്തിയില്ല. ലാസ്റ്റ് ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഒരു ജോലിക്ക് കയറണം എന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നു. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് നല്ല കണക്ഷൻ ഉള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ അവർ പല പല മേഖല വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഏത് വഴി പോകണം എന്നൊരു. പക്ഷെ അപ്പോഴും ഞാൻ ജോലി എടുക്കുന്നതിനാ വെച്ചാൽ എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക അല്ല. കല്യാണം കഴിക്കണം എന്നുള്ളത് എന്തായാലും പ്രയോറിറ്റി ആണ്. ഞാൻ പറഞ്ഞ ജോലി നോക്കുമ്പോൾ ഉള്ള പ്രയോറിറ്റി മനസ്സിലായി. എനിക്ക് ജോലിയുടെ കൂടെ എങ്ങനത്തെ ജോലിയായിരിക്കും, ഒരു ഗ്യാപ്പ് ഇടണം, ഒരു ബാൻഡ് വിഡ്ത്ത് എനിക്ക് കിട്ടണം. എനിക്കൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. എനിക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കിട്ടണം. സൈഡ് ബിസിനസ്സിനൊക്കെ കൂടുതൽ നമ്മൾ എന്തായാലും എനിക്ക് അന്നേരം ഒരു പോയിന്റ് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാനും അത്ര ഐഡിയാസും പ്ലാനുകളും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി കുറച്ച് പെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നില്ല. ഒരു ടൈം ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് ഹയർ റിസ്ക് എടുത്ത് പോയി പഠിക്കാം. എനിക്ക് ആ ഒരു സമയത്ത് ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് പഠിക്കാം എന്നുള്ളൊരു രീതിയിൽ വിചാരിച്ചു. എല്ലാം കുട്ടി പോയി പോ സത്യമായിട്ടും. ഓക്കെ, അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ മാർക്കറ്റിംഗ് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ഒരു കരിയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ഞാൻ ആദ്യമേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ബാംഗ്ലൂർ ബേസ്ഡ് എടുത്തു. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഒട്ടും കാര്യമില്ല. അവര് ഒരു ഡെയിലി ഒരു 1 hour 1.5 hours ഉള്ളൂ. ഓൺലൈൻ കോഴ്സ് ആയിരുന്നോ? അത് കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു 5-6 മണിക്കൂർ ആ ഡെയിലി തന്നെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അഡീഷണലി ഓരോ കാര്യങ്ങൾ പഠിക്കാനും. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് നമ്മൾ ജസ്റ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട്. ഇത് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ടാവും നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് കറക്റ്റ് മെത്തേഡാണ്. അപ്പൊ ആരെങ്കിലും ബേസിക്കലി നിങ്ങൾ ആ കോഴ്സ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഫ്യൂല് കിട്ടി. ആ ഫ്യൂൽ ആളി കത്തിക്കാൻ നിങ്ങൾ ബാക്കി ഇത് കുറച്ചും കൂടെ ഓക്കെ ടെക്നിക്കലി ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പിടികിട്ടി. ഒരു ടെംപ്ലേറ്റ് അവിടെ കിട്ടി. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ നമുക്ക് ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് സ്പാർക്ക് വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവയർനെസ്.
അല്ലെങ്കിൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവിടെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്, എന്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാരെ എനിക്ക് അറിയിക്കണം, എന്റെ മാർക്കറ്റിൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് വേണം. കസ്റ്റമർ എഡ്യൂക്കേഷൻ ബേസിക്കലി നമ്മളൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് പറയും. അപ്പൊ കസ്റ്റമർ എഡ്യൂക്കേഷൻ ഏറ്റവും നല്ലൊരു ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആണ് അവയർനെസ് ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനകത്ത് അടുത്ത ഓപ്ഷൻ വരുമ്പോഴത്തേക്കും വീഡിയോ വ്യൂസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. ഓക്കെ, ഈ കസ്റ്റമർ എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് വീഡിയോ വഴി നമുക്ക് കൺവിൻസ് ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്, നമ്മൾ എന്തുകൊണ്ടാണ് യൂണീക്ക്, ഇതൊക്കെ നമുക്കൊരു പോസ്റ്ററിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒരു പോസ്റ്റർ കണ്ടുവരുന്ന ഒരു ലീഡിനെ നമുക്ക് ചിലപ്പം ക്ലോസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവർ ഇത് കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ അവരെ അറിയിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഓരോ ടേംസിനെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബാക്ക് എൻഡിൽ ആ ഒരു ബിസിനസിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലഗ് ആൻഡ് പോയിന്റ് ആയിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ എല്ലാവരോടും പറയും, ഈ ബികോം അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ ഈ MBA പോണ ഒരു പരിപാടി. അപ്പൊ ഞാൻ പിള്ളേരോടൊക്കെ പറയും, എടാ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യും. അപ്പൊ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ MBA പോകുമ്പോൾ അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ ടേം കേൾക്കും, ഓ ഇതായിരുന്നല്ലേ ഞാൻ മെത്തോഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി. മറ്റേ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ പറയാം ഒരു എസ്കേപ്പ് റൂട്ടാ, ഒരു 2 കൊല്ലം പഠിക്കാം, എന്നാ പിന്നെ കുറച്ചുകൂടി കളിച്ചു കിടക്കാമല്ലോ. പക്ഷെ ആക്ച്വലി എന്റെ ഒരു തിയറി പറഞ്ഞാൽ യു വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്നതില് PRO CRO പറഞ്ഞ പോലെ, അതായത് നിങ്ങൾക്ക് ഒന്നിട്ടാൽ 1 കിട്ടുമെങ്കിൽ ഇതൊന്നിട്ടാൽ 10 കിട്ടും. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പലരും എനിക്ക് തോന്നുന്നത് MBA കുറെ കഴിഞ്ഞിട്ട് പഠിക്കുന്നത്, കുറെ വർക്ക് എക്സ്പീരിയൻസിന് ശേഷം. ശരിക്കും ഇപ്പം കോഴ്സിന്റെ സജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ്, അതാണ് ഏറ്റവും നല്ലത്. അതെ, അതാണ് ഏറ്റവും വലിയ പഠനം. അതിൽ അടിച്ചു പോയത് വീട്ടുകാരും നാട്ടുകാരും പൈസ കളയരുത്. അതെ, മാക്സിമം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ഒരു പെയിന് മനസ്സിലാവും, ഒരു ബിസിനസ് എങ്ങനെയാ റൺ ചെയ്യാൻ. അതെ, അതിന് വേറൊരു ബെനിഫിറ്റ് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫൗണ്ടറിൽ നിന്ന് മാനേജർ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്റെ ഡയറക്ടറിന് എന്താണ് വേണ്ടത്, എന്റെ സിഇഒക്ക് എന്താണ് വേണ്ടത്, അവരുടെ വിഷൻ എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ വാല്യൂ ഡെലിവർ ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ല. അതായത് യു ക്യാൻ ബിക്കം എ ബെറ്റർ എംപ്ലോയി ആൾസോ, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പൊ കഥ തുടരാം. അങ്ങനെ മാർക്കറ്റിംഗിന്റെ ഒരു ഇത് പഠിച്ചു. എനിക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടപ്പം ഇത് അക്യൂർ ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു നോളജ് പെട്ടെന്ന് തിയററ്റിക്കലിനെ എനിക്ക് പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യമേ ചെയ്തപ്പോൾ കുറച്ച് SEO അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുക, അതൊക്കെ ഭയങ്കര ബോറിംഗ് പരിപാടിയായിരുന്നു. അതൊക്കെ ഞാൻ നല്ലോണം മടുത്തു. കുറച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ പെയ്ഡ് ആഡ്സ്. പക്ഷെ ആ പെയ്ഡ് ആഡ്സ് ചെയ്തൊരു റിസൾട്ട് ഒക്കെ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറെ അസംഷൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ നേരത്തെ വീണ്ടും ഫെയിൽ ആയ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഒരു നോളജില് നമുക്ക് പെട്ടെന്ന് കുറെ അസംഷൻസ് കിട്ടും. ഈ ഒരു ബിസിനസ്സിന് ഈ ഒരു രീതി ചെയ്തിട്ട് കാര്യമില്ല, ഇവർക്ക് ഇങ്ങനെ രീതിയിലും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പൊ കിട്ടും എന്നുള്ള കാര്യം അവിടെ ഗ്യാരണ്ടി ഇല്ല, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കറക്റ്റ്. ഇത് നമ്മൾ ആ ബിസിനസ് ഓണേഴ്സിന് സെല് ചെയ്യും, ആ ഒരു ഐഡിയ സെല് ചെയ്തു, അത് അവര് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു, അതിൽ വർക്കായി, ചിലത് വർക്കായില്ല. അപ്പൊ ഞാൻ അവിടെ എനിക്ക് ഒരു കാര്യം ഞാൻ ഇച്ചിരി കണ്ണിങ് ആയിട്ട് നോക്കുന്നത്, എനിക്ക് ഒരു സാധനം റിസൾട്ട് കിട്ടിയാലും റിസൾട്ട് കിട്ടിയില്ലെങ്കിലും എനിക്ക് രണ്ടിന്റെ വൈ അറിയണം. അപ്പൊ റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലും ഞാൻ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് റിസൾട്ട് ആയത്, എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല. ഈ ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ടിൽ നിന്ന് അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് സ്കെയിലിംഗിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന അവരുടെ മാർക്കറ്റിങ്ങിനകത്ത് അവരുടെ മാർജിൻ കുറവാണെങ്കിലാണ്. ഓക്കെ, അവരുടെ മാർജിൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോസ്റ്റ് പെർ പർച്ചേസ് ഒരു പരിധി കൂടുതൽ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കോസ്റ്റ് പെർ പർച്ചേസ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാണ്, നമുക്ക് 200 രൂപ പർച്ചേസിന് ഒരു ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ 200 രൂപ മാത്രം ചിന്തിക്കില്ല. 200 രൂപയ്ക്ക് നമുക്ക് ഒരു പർച്ചേസ് നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് ആഡ് ടു കാർട്ട് നടക്കണം, എത്ര രൂപയ്ക്ക് നമുക്ക് ചെക്ക്ഔട്ട് ഇനീഷ്യേറ്റ് നടക്കണം, ആ ഓരോ മൈൽ സ്റ്റോൺ കഴിഞ്ഞിട്ടാണ് പർച്ചേസിലേക്ക് വരുന്നത്. പേയ്മെന്റ് ഇൻഫോ വരെ ആഡ് ചെയ്തിട്ട് ഡ്രോപ്പ് ആയി പോകുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ഓരോ ടച്ച് പോയിന്റ്സിന് നമുക്ക് അനലിറ്റിക്കൽ മൈൻഡിൽ നമുക്ക് നോക്കി കാണാം. അങ്ങനെ എന്തെങ്കിലും ടൂൾ ഉണ്ടോ അതിന് ഹെൽപ്പ് ചെയ്യാൻ? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% ടൂള് ഡയറക്ട്ലി ഉള്ളത് ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. നമുക്ക് ഇത് ശരിക്കും ഒരു സ്കില്ലാണ്, ഒരു അനലിറ്റിക്കൽ സ്കില്ലാണ് വേണ്ടത്. ടൂൾ വെച്ചെന്ന് പറഞ്ഞാലും നമ്മളിപ്പോ ChatGPT ഈ ഡേറ്റ കൊടുത്താലും നമുക്ക് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സ്കില്ലാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ബിസിനസ്സിനും പല രീതിയിലായിരിക്കും.
ചിലർക്ക് ആഡ് ടു കാർട്ട് കോസ്റ്റ് കൂടുതലാണെങ്കിലും അവർക്ക് ഓർഡർ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർജിൻ കിട്ടും. ഇത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിന് അറിയത്തില്ല. മനസ്സിലായി. നമ്മളിപ്പോ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തു. കോഴ്സ് എടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ബാംഗ്ലൂർ ബേസ്ഡ് നിങ്ങൾ ഓൺലൈൻ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്ത് അതിനോട് നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കി. ദെൻ കരിയറിൽ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. റിമോട്ട് ആയിട്ട് അല്ല, ഞാൻ കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു, കുറച്ച് നാൾ മാത്രം വർക്ക് ചെയ്തു, ബാക്കി പിന്നെ റിമോട്ട് ആയിരുന്നു. പിന്നെ ആ സമയത്ത് കോവിഡ് ടൈം ഒക്കെ ആയപ്പോൾ കൂടുതൽ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോവിഡ് തീരുന്നോളം വരെ. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും. എനിക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. കറക്റ്റ്. ദെൻ പിന്നെ ഇപ്പൊ പറഞ്ഞോളെ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ നിന്ന് പിന്നെ ഞാൻ നെക്സ്റ്റ് ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചി തന്നെയുള്ള ഒരു ഏജൻസിയിലോട്ട് മാറി. അപ്പൊ അവിടെ വർക്ക് ചെയ്തപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ തന്നെ. അപ്പൊ അവിടെ വർക്ക് ചെയ്തപ്പോൾ കുറെ കൂടെ ഹയർ ആഡ് ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യലി ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ബട്ട് വൺസ് നമ്മൾ അവർ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കൂടി. ഒരു ഡെയിലി 1 lakh ഒക്കെ ആഡ് ബഡ്ജറ്റ്, മന്ത്ലി ഒരു 30 lakhs ആഡ് ബഡ്ജറ്റ് ഒക്കെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി. അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു സം ക്രോസ് ആഡ് ബഡ്ജറ്റ് മാനേജ് ചെയ്തിട്ട് അതുവഴി ഒരു 20x ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്തു. അതായത് 30 lakhsന്റെ ആഡ് ബഡ്ജറ്റ് ചെയ്തിട്ട് നിങ്ങൾ 5 crores ജനറേറ്റ് മേളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്തു? അവിടെ നമുക്ക് നാട്ടിലത്തെ പെർഫോമൻസ് മാർക്കറ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഞങ്ങൾ ഇത്ര ലീഡ്സ് തന്നു, അവിടെ നിൽക്കുകയാണ്. ദ പ്രോബ്ലം ഇസ് ഈ ലീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനീൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയാം ഈ ലീഡ്സ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏജൻസി, പക്ഷെ ഇവർ ചിലപ്പോൾ അത് ബാക്കിയുള്ളവരോട് പറയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നാളെ ആദ്യം എടുത്ത് പുറത്തിടുമ്പോൾ മാർക്കറ്റിംഗ് ഏജൻസിനായിട്ട് പുറത്തിടും. മാർക്കറ്റിംഗ് ഏജൻസി കാരണമായിരിക്കും ഈ ലീഡ്സ് ഒക്കെ വന്നത്. അപ്പൊ അതെങ്ങനെ മെഷർ ചെയ്ത് ആ സമയത്ത്? അല്ല, ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ഇനീഷ്യൽ ടൈമിൽ അത് മെഷർമെന്റ് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് ലീഡ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് ക്ലോസ് ആയ ഡേറ്റ, ക്ലോസ് ആയ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഡേറ്റ നമുക്ക് തരുമ്പോൾ നമുക്കത് നമ്മൾ ജനറേറ്റ് ചെയ്ത ലീഡ്സുമായിട്ട് നമുക്ക് ക്രോസ് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ വാങ്ങിക്കലുണ്ടായിരുന്നു. ഇത് പല ഏജൻസികളും വാങ്ങിക്കില്ല. അത് ഏജൻസിയും ക്ലയന്റും ആയിട്ടുള്ള ഒരു ട്രസ്റ്റിന്റെ ഒരു ട്രാൻസ്പെറൻസി ബേസ്ഡ് ആണ് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു മോട്ടിവേഷൻ വേണ്ട. ഞാൻ പറയും, നിങ്ങൾ ഈ ഡാറ്റ അറിയാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് മോട്ടിവേഷൻ ആണ്? ലീഡ് കൊടുത്തു, ആ ലീഡ് ക്ലോസ് ആയാലും നമുക്കൊരു ഹരള്ളൂ. അത് ഇൻപുട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതേപോലത്തെ ലുക്കലേക്ക് ഓഡിയൻസിനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ ചെയ്യുന്നതിനെ ചെയ്തോണ്ടിരിക്കും. മീൻസ് അതിലൊരു ത്രില്ലില്ല. ഓക്കെ. അപ്പൊ അവിടെ വർക്ക് ചെയ്തപ്പോൾ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് ചെയ്യുന്ന സാധനം തന്നെ റിപ്പീറ്റ് വന്നപ്പം ചെയ്യുന്ന സാധനം റിപ്പീറ്റിന്റെ അല്ല, എനിക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞാലും സ്റ്റിൽ കുറെ ഏരിയ ഉണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന് മനസ്സിലായി. ഇപ്പം 30 lakhs ഒക്കെ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ നിന്നൊരു ബിഗിനർ ലെവലിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് വന്നു. അപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോം ആ സമയത്ത് അന്നേരം തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒത്തിരി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല തബൂല, ഔട്ട്ബ്രെയിൻ, ഇതൊക്കെ നേറ്റീവ് ആയിട്ട് പ്ലാറ്റ്ഫോംസ് ആണ്. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. ഇതുവരെ നമ്മളെ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. ഇത് നമ്മളൊരു പെയ്ഡ് ചാനൽ തന്നെയാണ്. ചില പ്രോഗ്രാമാറ്റിക് ചാനൽ എന്ന് പറയും, പക്ഷേ ഒറിജിനലി ദേ കോൾ ആസ് നേറ്റീവ് ആർട്ട് പ്ലാറ്റ്ഫോം. ഓക്കെ. സോ നേറ്റീവ് ആർട്ട് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ആഡ് കാണിക്കുന്ന ആ ഒരു പബ്ലിഷർ സൈറ്റ് ഏതാണോ ആ സൈറ്റിന്റെ ഡിസൈനും ലേഔട്ടിനോട് അലൈൻഡ് ആയിട്ടായിരിക്കും ആഡ് കാണിക്കുന്നത്. ഇപ്പൊ നിസാർ എക്സാമ്പിൾ പറഞ്ഞാൽ സംഭവം ഗൂഗിൾ ആഡ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഗൂഗിൾ ആഡ്സ് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് പേജിനകത്താണ് നമ്മൾ ഗൂഗിൾ ആഡ് കാണുന്നുണ്ട്, അത് പോപ്പ് ചെയ്ത് വരും. പെട്ടെന്ന് നമ്മളത് ഒരു ആഡ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന് ഒരു ആഡ് പെട്ടെന്ന് ആളുകൾ ട്രസ്റ്റ് ചെയ്തില്ല, ആഡിനകത്തുള്ള കണ്ടന്റ് ട്രസ്റ്റ് ചെയ്തില്ല. ശരിയാണ്. അത് ഇമ്പൾസീവ് ആയിട്ടുള്ള ബയേഴ്സിനെ നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാം. ഓക്കെ, 50% ഓഫ് ഗെറ്റ് ആൻഡ് പർച്ചേസ് ഇറ്റ് നൗ. ബോട്ടം ഓഫ് ദി ഫണൽ ആണെങ്കിൽ ബോട്ടം ഓഫ് ഫണൽ ടോപ്പ് ഓഫ് ഫണൽ ആണെങ്കിൽ പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ മെസ്സേജ് എല്ലാം നമുക്ക് പെയ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് തന്നെയായിരിക്കും നമ്മളത് പുഷ് ചെയ്യുന്നത്. പക്ഷെ നേറ്റീവ് ആർട്ടിലേക്ക് വരുമ്പോൾ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു കുറെ ന്യൂസിന്റെ ഇടയ്ക്ക് ഒരു എഡിറ്റോറിയൽ ആയിട്ട് കിടക്കുന്ന ഒരു സാധനം, ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇത് വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത് നേറ്റീവ് ആഡ് വഴി നമുക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു വെബ്സൈറ്റിന്റെ ആക്ച്വൽ കണ്ടന്റ് പോലെ തന്നെയാണ് നമ്മുടെ ആഡ് വരുന്നത്. ഇതൊരു പോപ്പപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിൻക്ട് പ്ലേസ്മെന്റ് അല്ല, അതിനുള്ളിലുള്ള കണ്ടന്റിന്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും കുമ്മനടിച്ചിരിക്കും. ഇല്ല. ഓക്കെ. അപ്പൊ അത് നല്ലൊരു പ്ലാറ്റ്ഫോം. ഞാൻ ആ വർക്ക് ചെയ്ത ഏജൻസിയിൽ ആ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു. അതിന് പിന്നെ ഏജൻസിയിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ആ പ്ലാറ്റ്ഫോമിൽ ചെയ്ത് ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സും ഒക്കെ പോവാ? ഇല്ല,
ഇത് സെപ്പറേറ്റ് മറ്റൊരു ചാനലാണ്. സെപ്പറേറ്റ് നമ്മൾ നമ്മളെ ഈ ന്യൂസ് പേപ്പേഴ്സ്, ബ്ലോഗ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നമ്മൾ ഈ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഓംനി ചാനൽ സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് 1 കോടി ഉണ്ട്. അതിൽ മെറ്റയ്ക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓഡിയൻസ് ചിലപ്പോൾ 70 ലക്ഷം ആയിരിക്കും. മനസ്സിലായി. നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 80 ലക്ഷം വരെ എത്തും. പക്ഷെ സ്റ്റിൽ നമുക്ക് അവിടെ ഒരു 20 ലക്ഷം പേരുണ്ട്. അവര് വേറെ മെറ്റയും ഇല്ല ഗൂഗിളും ഇല്ല. പക്ഷെ നമുക്ക് അവരെയും ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് ന്യൂസ് വായിക്കുന്നുണ്ടാവും ഓൺലൈനിൽ. അതെ, അപ്പൊ അവിടെ നമുക്ക് അവരെ ടാപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അപ്പൊ ഗൂഗിൾ ആഡ്സ് ചെയ്താൽ പോരെ? ഗൂഗിൾ ആഡ്സ് ചെയ്താൽ മതി. അപ്പൊ അതിൽ കിട്ടാത്ത കുറെ അധികം ബെനിഫിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സ് ഇത് വർക്ക് ചെയ്യുന്നത് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പബ്ലിഷേഴ്സിനകത്താണ് ആഡ് ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഷാൻ ഇപ്പൊ ഒരു ബ്ലോഗ് മോണിറ്റൈസ് ചെയ്യാനാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് കിട്ടാൻ എളുപ്പമാണ്. ഷാനിന്റെ ആ ഒരു പേഴ്സണൽ ബ്ലോഗ് ആണെങ്കിലും കിട്ടും. പക്ഷെ തബൂല അങ്ങനെ കിട്ടത്തില്ല. അത് പ്രീമിയം പബ്ലിഷേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഷാന്റെ കണ്ടന്റ് അത്രയും ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ്. അവിടെ വരുന്ന ഓഡിയൻസ് അത്രയും ക്വാളിറ്റി ഉള്ള ഓഡിയൻസ് ആണെങ്കിൽ മാത്രമേ തബൂലയിലെ മോണിറ്റൈസേഷൻ ഷാനിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തബൂല വഴി ആഡ് കാണുമ്പോൾ അത് കാണുന്ന ഓഡിയൻസിന് കൺസ്യൂം ചെയ്യുന്നത് രണ്ടും ചായക്കടയായിരിക്കും. പക്ഷെ ഒരെണ്ണം ഇച്ചിരി പ്രീമിയവും മറ്റേത് ഒരു നോർമലും ആകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായി ഒരു ഇംപ്രഷൻ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇത് ആഡാന്ന് മനസ്സിലാവില്ല, കുമ്മനടിച്ചാണല്ലോ. അതെ, ഓക്കെ, റൈറ്റ്. അപ്പൊ അവിടെ പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തബൂല യൂസ് ചെയ്തത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനാണ്? റിയൽ എസ്റ്റേറ്റിനാണ് കൂടുതൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിപ്പോ അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ഈ ന്യൂസ് ചാനൽ വരുമ്പോൾ പെട്ടെന്ന് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഇത് നമ്മൾ മെറ്റയിൽ ഒരു ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ വെച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ് ആവത്തില്ല. സോ അവിടെ ഒരു ഇമ്പാക്ട് വന്നതുണ്ടോ? ഡിസ്കവറി ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഗൂഗിൾ ഡിസ്കവറി ഉണ്ടല്ലോ, അപ്പൊ അവിടെ നമുക്ക് ആഡ് പ്ലേസ്മെന്റ് അവിടെ തന്നെ സ്പെസിഫിക് ആയിട്ട് കിട്ടും. ഇത് ഏജൻസിയിൽ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. എല്ലാവരും അത് തഴഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആയിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തോന്നി, പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ഞാനിങ്ങനെ ഇപ്പൊ ഇവിടെ അല്ല നമ്മൾ സെല് ചെയ്യണം, അല്ലെ നമ്മുടെ കസ്റ്റമർ ആരാണോ അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നു. എപ്പോഴും കസ്റ്റമേഴ്സിനെ കുറിച്ച് ആലോചിക്കണ്ടേ. അതെ, അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ന്യൂസും മറ്റു കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരെന്തായാലും ഗൂഗിളിലെ അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ടോപ്പിക് എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിരിക്കും. ഇത് ഇവർ യൂട്യൂബിൽ പോയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഒരു ന്യൂസിന്റെ ഒരു ആർട്ടിക്കിൾ ഫോളോ ചെയ്താൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് സർഫ് ചെയ്യുന്ന ഒരു യൂസറിനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആഡ് പ്ലേസ് ചെയ്തു. ഈ തബൂല പ്ലേസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ അറിയാം, എവിടെയായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്? ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ വെബ്സൈറ്റുകളിലായിരിക്കോ? അവരുടെ പബ്ലിഷർ ചാനലിലുള്ള എത്രത്തോളം പബ്ലിഷേഴ്സ് ഉണ്ടോ ആ പബ്ലിഷേഴ്സിനൊക്കെ നമുക്ക് ആഡ് കാണിക്കാൻ പറ്റും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ മാനുവലി. നമുക്കിപ്പോൾ ഒരു പബ്ലിഷറിനെ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാനുവലി കൺട്രോൾ ചെയ്യാം. നമുക്ക് ബ്ലോക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എല്ലായിടത്തും പറ്റും, മെറ്റയിലടക്കം പറ്റും. നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ, ഇപ്പോൾ ഷാന്റെ കോണ്ടന്റിൽ എനിക്ക് KFC ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷാന്റെ പ്രൊഫൈൽ എനിക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി, റൈറ്റ്. ഓക്കെ, അപ്പൊ അവിടെ അങ്ങനെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജേർണി എങ്ങനെയാ പോണേ? അപ്പൊ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വന്നാലും എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോപ്പർ വേയിലല്ല. ഒരു സ്റ്റിൽ അതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കോർപ്പറേറ്റ് ലെവലിലേക്ക് ഫർദർ നമ്മൾ ബിസിനസിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാമെന്ന് നോക്കുമ്പോൾ മേ ബി ഒരു മില്യൺസ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ബില്യൺസ് ഉണ്ടാക്കുന്ന ബിസിനസ്സിലേക്ക് എങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും പോകുന്നത്. ഇപ്പം ആ സമയത്ത് ഞാനിപ്പം ഓരോ പ്ലാറ്റ്ഫോമിന്റെയും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രോപ്പർലി അല്ല, ഇത് പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സിന് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. കൂടുതലും കൺവേർഷൻ ആഡ്സ് ആയിരുന്നു അവിടെ റൺ ചെയ്തിരുന്നത്. അവിടെ കൂടുതൽ നമ്മൾ ബോട്ടം ഫണൽ മാത്രമായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണലിൽ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്കാണ് ആഡ് വിടുന്നത്. ബോട്ടം ഓഫ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻ ആണ് അവിടുത്തെ ഔട്ട്കം. അപ്പൊ ബാക്കി രണ്ട് ഫണൽസിലോ തൊട്ട് മുമ്പത്തെ എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, കൺസിഡറേഷൻ. അതിന്റെ മുകളിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് നമ്മളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ബോട്ടം ഫണൽ മാത്രമായിരുന്നു കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്റ്റിൽ നമ്മൾ കുറെ ഗ്യാപ്സ് ഉണ്ട്, ഇത് ചെയ്യേണ്ട ഒരു പ്രോപ്പർ വേയിലല്ല ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു എനിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏജൻസി വേണമെങ്കിൽ ഓഫ്കോഴ്സ് കുറച്ചുകൂടി ബിഗർ ഏജൻസി, ബഡ്ജറ്റ് കൂടുതൽ വേണം, ബഡ്ജറ്റ് കൂടുതലുള്ള ബിഗർ പ്രോപ്പർ വലിയ ക്ലയൻസ് ഉള്ള ഏജൻസീസ്. മറ്റേതാകുമ്പോ ഇത് ഇനിയും സമയം എടുക്കും. അതെ, ആ ക്ലയൻസ് ചിലപ്പോൾ വന്നേക്കാം. നമുക്ക് അവരെ കൺവിൻസ്, അതായത് ഏജൻസിനെ അല്ല ക്ലയന്റിനെ ഇത്തരം കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പാടാണ്, കുറെ അധികം ബുദ്ധിമുട്ടും ടൈമും എടുക്കും. ഞാൻ നോക്കിയപ്പം നമ്മൾ പേഴ്സണൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ടോപ്പ് ഏജൻസിയിൽ
ഇനി ജോബ് ക്രാക്ക് ചെയ്യണം. അപ്പോൾ അന്നേരമുള്ള അത്യാവശ്യം നമുക്ക് പോർട്ട്ഫോളിയോസ് ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്തതും ഒരുപാട് പ്ലാറ്റ്ഫോമിലൊക്കെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു. പിന്നെ പോർട്ട്ഫോളിയോയിലാണെങ്കിൽ അത്യാവശ്യം നല്ല. ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ക്രാക്ക് ചെയ്ത്? ഞാനപ്പം ഗൂഗിൾ, മെറ്റ, പിൻട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. തബുലയിലേക്ക് വരുന്നതിന് മുന്നേ കോറ, ട്വിറ്റർ, ട്വിറ്റർ ആയിരുന്നു. പിന്നെ ആ സമയത്ത് ടിക്ടോക്ക് ഒന്നും നമുക്ക് ഇവിടെ ബാൻ ആയി ആ സമയത്ത്. ഇവിടെ ശരിക്കും ടിക്ടോക്ക് ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ആ ടൈം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബാൻ ആയതാണോ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ടിക്ടോക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഡെയിലി മോഷനാണോ ഡെയിലി ഹണ്ടാണോ കുറച്ച് വർഷം മുന്നേ ഡെയിലി ഹണ്ടിൽ വീഡിയോ ബൈങ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആൽജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നേറ്റീവ് ആർട്ട് പ്ലാറ്റ്ഫോം, അത് ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ്. ബാക്കിയൊക്കെ വിദേശിയാണ്. ഇന്ത്യൻ ആണ്. ഇതിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. എനിക്ക് എന്റെ ആഡ് മലയാളത്തിലും തമിഴ്, ഹിന്ദി അങ്ങനെ എല്ലാ ലാംഗ്വേജിലും എനിക്ക് ആഡ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അടിപൊളി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ തബൂല, ഔട്ട്ബ്രെയിൻ, ഇത്രയും ചാനൽസ് ആയിരുന്നു മെയിൻ ആയിട്ട്. ഒരു 7 അടുത്ത് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 30 lakhs ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് 1-3 പ്ലസ് നിങ്ങൾ ഒരു 6-7 പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളൂ. അപ്പം നമ്മളൊരു ടോപ്പ് ഇന്ത്യൻ കമ്പനീസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു. അപ്പൊ അപ്ലൈ ചെയ്തോണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തതായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ലിങ്ക്ഡിനിലും നൗക്രിയിലും ഒക്കെ ആയിരുന്നു മെയിനായിട്ടും. ഇന്ത്യയിലൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് പഴയ ഒരു MC ഉള്ളതുകൊണ്ട് നമ്മൾ ആപ്പിന്റെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് നോക്കി. അപ്പൊ നമ്മൾ പല പാറ്റേൺസ് അതിനകത്ത് മാറ്റി. അതിന് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാതെ നോക്കിയപ്പോൾ നമുക്ക് വരുന്ന ജോബ് ഏതൊക്കെ നോക്കി. പ്രൊഫൈൽ ചെറിയ ഒപ്റ്റിമൈസേഷൻ വരുന്ന മാറ്റങ്ങൾ എന്താന്ന് നോക്കി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഏതൊക്കെ കീവേഡ് ആണ് മാറ്റേണ്ടത്. അപ്പൊ ഞാൻ SEO ഒരു ബാലപാഠം ഉണ്ടല്ലോ, ഞാൻ നോക്കിയത് SEO സെയിം ലേണിങ്സ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ എന്റെ വെബ്സൈറ്റ് ആയിട്ട് ഞാൻ എന്റെ റെസ്യൂം എന്റെ വെബ്സൈറ്റ് ആയിട്ട് കണ്ടു. അപ്പൊ റെസ്യൂമിൽ നമുക്ക് വേണ്ട എന്താ കീവേഡ്സ് ആണ്. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ കീവേഡ് സെർച്ച് ചെയ്യാൻ പോയത് ഈ ടാർഗറ്റ് ചെയ്യുന്ന കമ്പനികളുടെ ജോബ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സൈറ്റുകളിൽ പോയിട്ട് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു. അതിൽ നമ്മൾ ചെയ്യുന്ന സെയിം കാര്യമായിരിക്കും, പക്ഷെ അവര് വേറൊരു ടേം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നിടത്ത് മീഡിയ ബൈങ് എന്നാണ് നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്നതിന് പറയുന്നത്. അത് ചെയ്യുന്നവർ മീഡിയ ബയർ എന്നാണ്. ഒരു ചെറിയൊരു ഏജൻസിയിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ. കറക്റ്റ്. അപ്പൊ അത് കണ്ടുപിടിച്ചു. അപ്പൊ ബേസിക്കലി നിങ്ങൾ അത് ചെയ്തത് എന്തിനാണ്? അങ്ങനെ ചെയ്യുന്ന എന്തിനാണ്? ജോബ്, നമുക്ക് ഈ പറഞ്ഞ ജോബ് ഇങ്ങോട്ട് വരാൻ. ഓക്കെ. SEOയുടെ ഔട്ട്കം എന്താണ്? ഇങ്ങോട്ടേക്ക് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക. അപ്പൊ നമ്മളെ പ്രൊഫൈലിനെ ഒപ്റ്റിമൈസ് നമ്മളിപ്പോ ഏത് പ്രൊഫൈൽ ലിങ്ക്ഡിൻ ആണ് ഒപ്റ്റിമൈസ് ചെയ്തത്? ലിങ്ക്ഡിനും അതുപോലെ തന്നെ മറ്റേ നൗക്രി, ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെയാണ്. മനസ്സിലായി. ഞാൻ ഇതിനെ കാണുന്നത് റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ ആണ് ലിങ്ക്ഡിൻ ആയാലും നൗക്രി ആയാലും. അപ്പം അവിടെ ആ പൂളിൽ ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വെബ്സൈറ്റുകളാണ്, അവരുടെ പ്രൊഫൈൽസ്. അപ്പൊ എനിക്ക് എങ്ങനെ ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ ആദ്യമേ എന്റെ സെല് ചെയ്യാനായിട്ടുള്ള കീ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തു. നമ്മൾ ഹാൻഡിൽ ചെയ്ത ആഡ് ബഡ്ജറ്റ്, നമുക്കുള്ള പ്ലാറ്റ്ഫോംസ്, ഇത് ഹാൻഡിൽ ചെയ്ത് ഇത് ഓപ്പൺ ആക്കുന്ന ആൾക്കാർക്ക് ഇത് സെല് ചെയ്യാനായിട്ടുള്ള സാധനമായി. എന്നാലും പ്രൊഫൈലിൽ ഹിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനുള്ള ഓരോ പ്ലാറ്റ്ഫോമിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താന്ന് നോക്കി. ഇപ്പം നൗക്രി ആണെങ്കിൽ നൗക്രി നമ്മൾ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് മിനിമം ഒരു 3-4 ജോബ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ ഇൻസൈറ്റ്സ് പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റിംഗ് നമുക്ക് കാണിക്കും. മനസ്സിലായി. എനിക്കിപ്പോ ഒരു ടോപ്പ് 10 കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തോണ്ടിരിക്കുക. കിട്ടുന്നോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ എഞ്ചിൻ അത് മനസ്സിലാവും. എനിക്ക് ഇതാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ അത് അവർക്ക് നമുക്ക് സജഷൻ ആയിട്ട് കാണിക്കും. ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ, ടോപ്പ് കമ്പനീസിനൊക്കെ അവർ ഡയറക്റ്റ് അവരുടെ സ്റ്റാഫ് ആയിരിക്കത്തില്ല റിക്രൂട്ട് ചെയ്യുന്നത്. അവർ റിക്രൂട്ട് ഏജൻസിക്കായി കൊടുക്കുന്നത്. അവർ ആദ്യമേ കുറെ പ്രൊഫൈൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ദെൻ അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് വരുന്നവരായിരിക്കും ആക്ച്വൽ കമ്പനിയുടെ റിക്രൂട്ടേഴ്സിന്റെ അടുത്ത് വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അതിൽ കൂടുതൽ ട്രാഫിക് ഹിറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ആദ്യമേ കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്തു. കീവേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചു. ദെൻ അത് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്തു. ഇപ്പൊ പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടിയതാണ് നൗക്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ആപ്പിൽ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ വിസിബിലിറ്റി കൂടും. അപ്പൊ എല്ലാ ദിവസവും ജസ്റ്റ് എടുക്കുക, ലോഗിൻ ചെയ്യുക, കുറച്ചെണ്ണം അപ്ലൈ ചെയ്യുക. അവർ പറയുന്ന ആ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ക്രാക്ക് ചെയ്തു. ഇത് നമ്മൾ ടെക്നിക്കലി ലിങ്ക്ഡിനിൽ നല്ല പ്രൊഫൈൽസിൽ പോയി ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇടും. എല്ലാ ദിവസവും ഒരു 3-4 പ്രൊഫൈലിൽ കമന്റ്. അത് ഞാൻ കണ്ടുപിടിച്ച അതുണ്ടെങ്കിൽ ലിങ്ക്ഡിന് മനസ്സിലായി ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ്. അതുപോലെ ആ കമന്റ് കാണുമ്പോൾ അവര് കമന്റ് കാണുന്ന ആൾക്കാർ വന്ന് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കി. അപ്പൊ അതുവഴി
അപ്പൊ അത് വലിയ ആൾക്കാരാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും നല്ലത്. കൂടുതൽ റീച്ച് കിട്ടുന്ന കൂടുതൽ റീച്ച് കിട്ടും. നമ്മൾ പോയി നമ്മുടെ ഒരു കമന്റ് അങ്ങിട്ട് വെക്കുക. കറക്റ്റ്. ഓക്കെ, എനിവേസ് അപ്പൊ അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നു. എനിക്ക് അപ്പൊ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല കമ്പനികളുടെ ഇന്റർവ്യൂ കോൾസ് വന്നു. എനിക്ക് വീക്കിലി തന്നെ ഒരു 3-5 ഇന്റർവ്യൂസ് വരെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്കിൽ വന്നു. അപ്പൊ അതിന് മുന്നേ കേരളത്തിൽ നിന്നുള്ള ഏജൻസീസ് വരുമ്പോൾ എല്ലാം അവർ നമ്മൾ ചോദിക്കുന്ന ഒരു സാലറി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ വലിയ കമ്പനി തന്നെ എയിം ചെയ്യണമെന്നൊക്കെ നേരത്തെ തീരുമാനിച്ചത്. മനസ്സിലായി. അതായത് അവര് നോക്കുമ്പോൾ എനിക്ക് 2 ഇയർ എന്നുള്ളതിന് മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ആ 2 ഇയറിൽ നമ്മൾ നേടിയ സ്കില്ലിനെ അവർ ചാർജ് ചെയ്യുന്നില്ല. കറക്റ്റ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ വലിയ ഏജൻസിയിൽ വരാനായിട്ട് നോക്കി. ദെൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ഇന്റർവ്യൂ കോൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ WPP ജോബ് ക്രാക്ക് ചെയ്ത സെയിം ടൈമിൽ തന്നെ എനിക്ക് സിംപ്ലിലാൻഡ് ഓഫറും കിട്ടിയിട്ടുണ്ടായിരുന്നു, പബ്ലിക് ഈസ് ഗ്രൂപ്പിന്റെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. WPP എനിക്ക് കൂടുതൽ റിമോട്ട്ലി വർക്ക് ചെയ്യാനായിട്ടുള്ള ഓഫർ തന്നു. നമുക്ക് അതാണല്ലോ വേണ്ടത്. സിംപ്ലിലാൻഡ് എനിക്ക് കൂടുതൽ സാലറി തന്നു. പബ്ലിക് ഈസ് എനിക്ക് ഇത് രണ്ടും തന്നില്ല. അപ്പൊ ആദ്യമേ തന്നെ പബ്ലിക് ഈസ് ഞാൻ കട്ട് ചെയ്തു. അതും US ടൈമിൽ വർക്ക് ചെയ്യണം. ആ ടൈമിൽ ഹൈദരാബാദ് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ പബ്ലിക് ഈസ് ഞാൻ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് WPP കുറിച്ച് ഞാൻ അന്നാണ് ശരിക്കും. അത് ഇൻബൗണ്ട് ആയിരുന്നു WPP. ഞാൻ ആക്ച്വലി നിന്റെ അടുത്താണ് WPP എന്ന കമ്പനി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാനും എനിക്ക് ഈ പറഞ്ഞ ഇൻബൗണ്ട് കോൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്തൊരു കോമഡി എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമേ പബ്ലിക് ഈസ് ഗ്രൂപ്പിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഇവര് വന്നിട്ട് പബ്ലിക് ഈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കോളി പറയുമ്പോൾ എനിക്ക് തന്നെ തിരിയുന്നില്ല. എനിക്ക് ഗൂഗിളിൽ നോക്കാനാണ്. ഞാൻ നോക്കുമ്പോൾ ഏതോ ചാത്തൻ കമ്പനിയാണ്. കറക്റ്റ്. ഞാനിത് പൊട്ട കമ്പനിയാന്ന് വിചാരിച്ചത്. ഞാൻ ഫസ്റ്റ് റൗണ്ട് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഞാൻ കഴിഞ്ഞപ്പോൾ HR റൗണ്ട് കഴിഞ്ഞപ്പോൾ HR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ സ്കിൽസ് അവർ അനലൈസ് ചെയ്യുന്ന ഒരു റൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ റൗണ്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പൊ ടെക്നിക്കൽ റൗണ്ടിന്റെ ഇമെയിൽ വന്നപ്പോൾ കമ്പനിയുടെ പേരുണ്ട്. ഞാൻ അത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്, അമ്പോ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനി. അപ്പോഴാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. പിന്നെ സീരിയസ് ആയി. അത് കഴിഞ്ഞൊരു 1 വീക്ക് പീരീഡിൽ തന്നെ ഇതിന്റെ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ WPPയുടെ ഇന്റർവ്യൂ കോൾ വന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ പെട്ടെന്ന് തന്നെ നോക്കണം, വലിയ കമ്പനിയാണ്. അന്ന് ഐഡന്റിഫൈ ചെയ്ത്, അതിന് മുന്നേ കേട്ടിട്ടില്ലായിരുന്നു. ഐഡന്റിഫൈ ചെയ്ത് ഓക്കെ വമ്പൻ സ്രാവുകൾ കൊത്തി തുടങ്ങി എന്നുള്ളൊരു കാര്യം കിട്ടി. അപ്പം നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ഭയങ്കര ഒരു നമ്മളൊരു സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജി വേറെ എവിടെ. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടീനെ കിട്ടിയോ? അതിനാണല്ലോ നമ്മൾ പണിയെടുത്തത്. അതൊക്കെ നേരത്തെ നമ്മള് ഫസ്റ്റ് ജോലി ജോലിയുടെ കാര്യം മാത്രമുള്ളായിരുന്നു അവിടെ പ്രോബ്ലം. അപ്പൊ ജോലി കിട്ടി, നമ്മൾ ജോലിക്ക് കയറി കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പ്രോബ്ലം സോൾവ് ആയി. ഞാൻ സെറ്റാണ്. അപ്പൊ തന്നെ സെറ്റായി. പിന്നെ നമ്മൾ കരിയറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ WPPയുടെ ഇന്റർവ്യൂ വന്നു. WPP അപ്പൊ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിന്റെ ഇന്റർവ്യൂ ക്രാക്ക് ആയി. സോ എൻഡില് പബ്ലിക് ഈസ് ഓൾറെഡി ഞാൻ റിജക്ട് ചെയ്ത് വിട്ടു. പിന്നെ ഉള്ളത് WPPയും സിംപ്ലിലാൻഡുമാണ്. സിംപ്ലിലാൻഡ് എന്താ? അതും ഏജൻസി അല്ല, സിംപ്ലിലാൻഡ് കമ്പനി. അപ്പോ സിംപ്ലിലാൻഡ് കുറച്ചും കൂടെ കോമ്പറ്റീവ് ആയിട്ടായിരുന്നു പാക്കേജും കാര്യങ്ങളൊക്കെ തന്നത്. ആ സമയത്ത് WPP ഹയർ പാക്കേജ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ WPP ആയിട്ട് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഈ പാക്കേജിലേക്ക് എത്തിച്ചു. അതും നല്ലൊരു നെഗോസിയേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിൻ ചെയ്തു. അങ്ങനെ WPP എനിക്ക് പേഴ്സണലി WPPയിലായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ സിംപ്ലിലാൻഡ് ഒരു ഹയർ സാലറി തന്നപ്പോ ഒരു ടെംപ്റ്റേഷൻ. അതെ, അത് പിന്നെ മാച്ച് ആയപ്പോ ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അല്ല ഓക്കെ, ഇവിടെ ഈ WPP പോലത്തെ ഏജൻസീസ് വാട്ട് കൈൻഡ് ഓഫ് സാലറി പാക്കേജസ് ആർ ദേ ഓഫറിംഗ് നമ്മുടെ ഇന്ത്യയിൽ? എനിക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറിയത്തില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സമയത്താണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലെവൽ, എൻട്രി ലെവലിലുള്ളവർക്കൊക്കെ ഒരു 3 to 4 lakhs ഒക്കെ ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്ന. അത് 3 to 4 lakhs എന്താണ്? ആനുവൽ. ആ ഒരു ടൈം എന്ന് പറയുന്നത് 2022 ടൈമിൽ. ബിഗിനേഴ്സിന് മേ ബി ഫ്രഷർ ആണെങ്കിലും ആ സമയത്ത് ഒരു 1 year ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ അത് കിട്ടും. ആ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് സാലറി കിട്ടും. എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടെ സ്ലാബ് കൂടുതൽ വരും. പിന്നെ ഉള്ളത് സീനിയർ എക്സിക്യൂട്ടീവ്, അതിപ്പോ ഒരു 5-6 വരെയൊക്കെ വരും. അപ്പൊ എനിക്ക് അതിന്റെ സ്ലാബിന്റെ മുകളിൽ ഞാൻ ഇത് ക്രാക്ക് ചെയ്ത് കിട്ടിയായിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു പാക്കേജ്? എനിക്ക് 6.5 ആയിരുന്നു നെഗോഷിയേഷൻ. എനിക്ക് ആദ്യമേ 5 ആയിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് 5 ആയിരുന്നു. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പറഞ്ഞു തന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അയ്യോ അബദ്ധം വെച്ച് കൂടുതൽ വയ്ക്കണമായിരുന്നല്ലോ. അന്നേരമാണ് ഇവിടെ സിംപ്ലിലാൻഡിന്റെ ഒരു നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സിംപ്ലിലാൻഡിലും 5.5 ആണ് അവർ ഓഫർ ചെയ്തത്. അപ്പൊ ഞാൻ WPP ഓൾറെഡി ക്രാക്ക് ചെയ്തു. അപ്പൊ സിംപ്ലിലാൻഡിൽ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇത് ക്രാക്ക് ചെയ്തു. അപ്പോ അവര് കുറച്ചുകൂടെ ചെയ്തു, ഓക്കെ സാലറികൾ ഉള്ളവരാ. അപ്പൊ ഞാൻ എത്ര തരും? അപ്പം അത് 6 വരെ പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ ഇല്ല, WPP തന്നെ പിടിച്ചു. മനസ്സിലായി. പിന്നെ അത് 6.5 വന്നപ്പോഴത്തേക്കും
ഇനി ഒരു WPP യില് നെഗോസിയേഷനും ഇല്ല, ഞാൻ negotiation WPP ചെയ്തു. തന്നെ. അതെ, അങ്ങനെ Nice. അപ്പുറത്ത് പോയി. ഓക്കെ, അപ്പൊ WPP കയറി, പിന്നെ എന്ത് സംഭവിച്ചു? WPP പോയി കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ ലിറ്ററലി നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനം അവിടെ വന്നു. ഫസ്റ്റ് തന്നെ ഞാൻ WPP കയറിയപ്പോൾ എനിക്ക് കിട്ടി ഒരു നല്ലൊരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് ഉണ്ട് അവിടെ. നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും സർട്ടിഫൈഡ് ആയിരിക്കണം. അത് എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പ്രോജക്ട്സിലും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സർട്ടൻ പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ വർക്ക് ചെയ്തത് ഗൂഗിളിലാണ്. ഗൂഗിളാണ് അവിടുത്തെ ക്ലൈന്റ് ആണ്. ഗൂഗിളിന്റെ ടോട്ടൽ ഗ്ലോബൽ മാർക്കറ്റ് ഫുള്ള് WPP ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഗൂഗിളിന്റെ ഇപ്പം ഹാർഡ്വെയർ പ്രൊഡക്ട്സ് എടുത്താലും സോഫ്റ്റ്വെയർ എടുത്താലും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഗൂഗിൾ ആഡ്സിന്റെ അടക്കം മാർക്കറ്റിംഗ് WPP എന്നാണ് ആഡ്സ് മാനേജ് ചെയ്യുന്നത്. ശരി, ഗൂഗിളിന് സ്വന്തമായിട്ട് സാധനം ഉണ്ടായിട്ട് അവരല്ല ചെയ്യുന്നത്, അല്ല, ഇങ്ങനത്തെ ഏജൻസീസ് ആണ് അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതെ, അത് ഗൂഗിൾ മെറ്റയുടെ അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അവരുടെ ആഡ് അക്കൗണ്ട് നോക്കുമ്പോൾ പണ്ടത്തെ 2021 വാട്സപ്പിന്റെ ഒക്കെ ആഡ്സ് ഒക്കെ ചെയ്ത് ഡേറ്റ ഒക്കെ കാണാനായിട്ട് പറ്റും. വാട്സപ്പിനെ പ്രൊമോട്ട് ചെയ്ത മെറ്റ വാട്സാപ്പിനെ പ്രൊമോട്ട് ചെയ്തത്, അതായത് മെറ്റ ആസ് എ ക്ലൈന്റ് WPP വർക്ക് ചെയ്തപ്പോ വാട്സപ്പ് ആസ് എ പ്രോഡക്റ്റ് നമ്മൾ ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത ക്യാമ്പയിൻസ് ഇപ്പൊ അത് ആക്റ്റീവ് അല്ല. ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്ത ചെറിയൊരു ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി നിങ്ങൾ പറയുന്ന എല്ലാ കമ്പനി അവർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും ഔട്ട്സോഴ്സ്ഡ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ ഗൂഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ടെക്റ്റും അവരുടെ പ്രൊഡക്റ്റിലുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ടീമുണ്ട്. ബട്ട് അത് 100% എഫിഷ്യൻസിയിലേക്ക് അവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും നല്ലത് അവർക്ക് അത് വേറെ അതിൽ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വേൾഡിലെ ടോപ്പ് ആയിട്ടുള്ള ഏജൻസിനെ ഏൽപ്പിച്ചാൽ മതി. ഇതാണ് ആക്ച്വലി ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പല ഇ-കൊമേഴ്സ് ക്ലയൻസ് ഞാൻ പറയല്, അവര് ഞങ്ങൾക്ക് എല്ലാം ഇൻഹൗസ് വേണം. ഞാൻ പറയും ഇൻഹൗസും ചെയ്തിട്ട് ഇത് എത്താൻ പോണില്ല. നിങ്ങൾ നിങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യുക and hire the best people or the agencies to do that job and put someone to coordinate with them. അവരെ ലീഡ് ചെയ്യാൻ ഒരാളെടുത്തോ. നമുക്ക് ടീം ഇൻഹൗസ് വേണമെന്ന് വാശി പിടിക്കരുത്. നമുക്ക് ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഗൂഗിളിൽ നിന്നുള്ളത് ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റേഴ്സ് ആണ്. ഇപ്പൊ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ, അവരാണ് ആ മാർക്കറ്റിംഗ് ഗോൾ ഡിഫൈൻ ചെയ്യും. ഇപ്പൊ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത് ഗൂഗിൾ പിക്സലിന്റെ ഒരു ഫോൺ ജപ്പാൻ മാർക്കറ്റിലെ ലോഞ്ചിങ് ക്യാമ്പയിനിലാണ്. അപ്പൊ അതിന് വേണ്ട ബഡ്ജറ്റും അതിന് വേണ്ട റിക്വയർമെന്റ്സ് എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ റിക്വയർമെന്റ് എത്താനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്താണ്, അതിന്റെ സ്ട്രാറ്റജി എന്താണ്. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് നമുക്കറിയാവുന്നത്. ഇപ്പൊ മെറ്റയിൽ ഞാൻ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ മെറ്റയിൽ എങ്ങനെ സ്പെൻഡ് ചെയ്താലാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് എന്റെ എക്സ്പെർട്ടൈസ് ആണ്. അപ്പൊ ബേസിക്കലി ഗൂഗിളിന്റെ പിക്സൽ ഫോൺ പ്രൊമോട്ട് ചെയ്യാൻ മെറ്റയിൽ ആഡ്സ് റൺ ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യുന്നു. മെറ്റ മാത്രമല്ല, ടോട്ടൽ എല്ലാ ചാനൽസും. അതിനകത്ത് ഗൂഗിളിലേക്ക് വരുമ്പോൾ വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്, ഞാൻ പറയാം. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ പ്ലാറ്റ്ഫോമിലുള്ള കുറെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. ആ ക്ലൈന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലൈന്റുമായിട്ടുള്ള എഗ്രിമെന്റ് ആക്കാം. ഇത്രയും സർട്ടിഫൈഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ അത് ആദ്യമേ കഴിയും. അത് കഴിഞ്ഞ് ഗൂഗിളിന്റെ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നവരെല്ലാം ആക്ച്വലി നമ്മൾ ഗൂഗിൾ ആർട്സ് ചെയ്യുന്നില്ല, പക്ഷെ ഗൂഗിളിന്റെ പോളിസീസ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിൽ 100% സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് 99 ആണ്. ഒരു എണ്ണമെങ്കിലും നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആ പ്രോജക്റ്റിൽ എടുക്കത്തില്ല. അങ്ങനെ തെറ്റിക്കുന്നവരെ ആ പ്രോജക്റ്റിൽ മാറ്റി വേറെ പ്രോജക്റ്റിൽ എടുത്തുള്ളൂ. ഗൂഗിളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ 100% അവരുടെ പോളിസീസ് നമുക്ക് ഷാർപ്പും ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് തന്നെ അവർ സ്ട്രോങ്ലി പറയുന്ന ഒരു കാര്യം പറയാം. ഗൂഗിൾ നമ്മൾ ചിന്തിക്കും ഗൂഗിൾ ആഡ്സ് സ്വന്തമായിട്ടുണ്ടല്ലോ, അപ്പൊ ഗൂഗിളിന്റെ പ്രോഡക്റ്റ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ഇത്ര ക്രെഡിറ്റ് അങ്ങ് ഇഷ്യൂ ചെയ്തിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനല്ല, ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ഗൂഗിൾ ആഡ്സ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് ഗൂഗിൾ ഇത്ര ബഡ്ജറ്റ് അലോക്കേഷൻ നമുക്ക് വേണ്ടി ഏജൻസിക്ക് മാറ്റി തരും. അത് കറങ്ങി തിരിച്ച് അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അവരവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് പറയുകയാണെങ്കിൽ ഇപ്പം ആഡ്സ് ചെയ്യുന്നവരാണ് ചിന്തിക്കും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബഡ്ജറ്റ് നമുക്ക് തന്നെ തിരിച്ചു വരുന്നല്ലേ. അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഇട്ടിട്ട് കോമ്പറ്റേറ്റർ ഇപ്പം ആപ്പിൾ ഒരു ദിവസം $1000 സ്പെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഗൂഗിളിന് പിക്സലിന് കൊണ്ടുപോയിട്ട് $10,000 സ്പെൻഡ് ചെയ്യാലോ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുമല്ലോ. അപ്പം നമുക്ക് കൂടുതൽ സെയിൽസ് വരുമല്ലോ. ഗൂഗിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്ന ഒരു കമ്പനി അല്ല. അവർക്ക് പോളിസീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോഴും നമ്മൾ ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കണം. അവരുടെ സ്വന്തം പ്രോഡക്റ്റ് പോലും അവർ ഒരു രീതിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അവർക്ക് പറയുന്നത് വെച്ചാൽ നമ്മളൊരു കീവേഡ് ബിഡ് ചെയ്യുമ്പോൾ ആ കീവേഡിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആണ് കൂടുതൽ റിലവന്റ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന്റെ മേളിൽ ആഡ് കാണിക്കാം. നമുക്ക് ബിഡ് എമൗണ്ട് കൂട്ടിയാൽ മതി, മാനുവൽ ബിഡിങ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ ആൽഗോരിതം പ്രകാരം നമ്മൾക്ക് ആ ഒരു കീവേഡിന് ഇത് കാണാൻ പോകുന്ന യൂസറിന് അത് റിലവന്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ ആഡോടെ കാണിച്ചാൽ മതി. അപ്പൊ അവരുടെ യൂസറിന് കൊടുക്കുന്ന ആഡ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ്. കറക്റ്റ്. അല്ലെങ്കിൽ പിന്നെ യൂസേഴ്സ് ഉണ്ടാവില്ല. യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ കസ്റ്റമർ.
നോട്ട് വാട്ട് യു വാണ്ട് ദ കസ്റ്റമർ ടു ഡു. അപ്പൊ ഇതിനകത്തുള്ള ഒരു ടേക്ക് അവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് നമ്മൾ ഗൂഗിൾ ആഡ്സിലോട്ട് റൺ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ ആഡ്സ് എല്ലാ കാര്യങ്ങളും ഗൂഗിളിന്റെ പോളിസിയുടെ അലൈൻഡ് ആണ്. അത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഡ്സ് വർക്ക് ആവത്തില്ല. കറക്റ്റ്. അപ്പൊ ഗൂഗിൾ പിക്സൽ ഫോൺ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു WPP ജപ്പാൻ മാർക്കറ്റിൽ. ഓക്കെ, ജപ്പാൻ മാർക്കറ്റിൽ. ടെൽ മീ മോർ അബൌട്ട് ദ ആ ഒരു ക്യാമ്പയിൻ എന്നാണല്ലോ പറയാ അല്ലേ? അതെ. ആ ക്യാമ്പയിൻ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കി ഇപ്പോഴത്തെ നമ്മളെ ഇ-കൊമേഴ്സ് ക്ലയൻസ് പറയാം നിങ്ങൾക്ക് സെയിൽസ് വേണം. സെയിൽസ് ഡസൻ കം ജസ്റ്റ് ബൈ റണ്ണിങ് ആഡ്സ് ഇൻ ടു സെയിൽസ്, കൺവേർഷൻ ആഡ്സ് അല്ല. അതെ. അപ്പൊ ഇതും ഞാൻ മനസ്സിലാക്കണത് അതെങ്ങനെയായിരുന്നു, ആ ഒരു സ്ട്രക്ചർ പറയാൻ വെച്ചാൽ അതെങ്ങനെയായിരുന്നു? അവിടെ ശരിക്കും നമുക്ക് ഫുൾ ഫണൽ ഇല്ലായിരുന്നു. നമുക്ക് അവരുടെ പ്രോഡക്റ്റ് ലോഞ്ച് ആയിരുന്നു. അത് തന്നെയാണ് ബിഗർ ക്യാമ്പയിൻ ആയിട്ട് ലോഞ്ച്. അതെ, അവയർനെസ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. നേരത്തെ പറഞ്ഞ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രീ ലോഞ്ച് ക്യാമ്പയിൻസ് തൊട്ട് നമ്മൾ തുടങ്ങും. അനൗൺസ് ചെയ്യും. ഇപ്പൊ ഐഫോണിന്റെ ആണെങ്കിൽ ഇപ്പൊ 18 വരുന്നതിന് മുന്നേ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതുപോലെ നമുക്ക് പ്രീ ലോഞ്ച് തൊട്ടുള്ള ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മളുടെ ആ പ്രോഡക്റ്റിന്റെ അകത്ത് ആ ഒരു മോഡലിന് വരുന്ന USPs എന്തൊക്കെയാണ്. അപ്പോ സോഫ്റ്റ്വെയർ വൈസ് കുറച്ച് വർഷങ്ങളായി, എനിക്ക് കറക്റ്റ് പോയിന്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു ആ ഒരു കോർ USPs ആണ് നമ്മൾ ആദ്യം കസ്റ്റമർ എഡ്യൂക്കേഷൻ പാർട്ട് ഉണ്ടല്ലോ. ഈ ഒരു മോഡൽ എന്തൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നത്. ബാക്കി മോഡൽസിന് കോമൺ ആയിട്ട് വരുന്നതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ ഒരു മോഡലിന് വരുന്നത്, ആ മെസ്സേജിങ്ങും അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിന്റെ വർക്കിങ്ങിന്റെ ക്രിയേറ്റീവ്സും നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ അതിന് ടേക്ക് ഓവർ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ടേക്ക് ഓവർ എന്താ സാധനം? ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ അഡ്വർടൈസേഴ്സിനും കിട്ടുന്ന ഒരു ക്യാമ്പയിൻ ടൈപ്പാണ്. ഇതൊരു പ്രീമിയം പ്ലേസ്മെന്റ് ആണ്. ഓക്കെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ബിഗ് ബാനർ ആയിട്ട് നമുക്ക് ഒരു ആഡ് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. കറക്റ്റ്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെറിയ ബ്രാൻഡുകൾക്ക് കാണത്തില്ല, പക്ഷെ ബിഗർ ബ്രാൻഡിനായിരിക്കും വരുന്നത്. ഈ ബിഗർ ബ്രാൻഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആഡ് സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് അതിനൊരു മിനിമം പൈസ സ്പെൻഡ് ഉണ്ടാവും. അതെ, കാശുള്ളവർക്ക് പ്രീമിയം ആഡ് പ്ലേസ്മെന്റ് ഉണ്ട്. യെസ്. അതായത് ഇപ്പം ബാക്കിയുള്ളവർക്ക് നമുക്ക് ഈ വീഡിയോ ഇടയ്ക്കാണ് ആഡ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് ആഡ് പ്ലേസ് ചെയ്യാം. ഗൂഗിളിന്റെ ടേക്ക് ഓവർ ഫോർമാറ്റ്സ് നമുക്ക് മാസ്റ്റ് ഹെഡ് എന്നാണ് പറയുന്നത്. മാസ്റ്റ് ഹെഡ്. ഓക്കെ. അപ്പൊ മാസ്റ്റ് ഹെഡ് ക്യാമ്പയിൻസ് ആണെങ്കിൽ MAST HEAD. മാസ്റ്റ് ഹെഡ് ക്യാമ്പയിൻസ് ആണെങ്കിൽ നമുക്ക് തന്നെ തീരുമാനിക്കാം എത്ര ടൈം വേണം. അപ്പൊ ആ ടൈം അനുസരിച്ചായിരിക്കും നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ഫുൾ ടേക്ക് ഓവർ ഉണ്ട്. എല്ലാ യൂസേഴ്സും നമ്മളുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ആഡാണ് ഏറ്റവും ടോപ്പിക് കാണുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ടേക്ക് ഓവർ എന്ന് പറയും. അപ്പൊ അതിന് ഫിക്സഡ് ചാർജ് ആയിരിക്കും. അത് സീസൺ അനുസരിച്ച് മാറും, ബിഡ് അനുസരിച്ച് മാറും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഡേയിലൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും അതിന്റെ റേറ്റ് വരുന്നത്. നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു 24 hours ചിലപ്പോൾ ഒരു 50 lakhs 70 lakhs Indian rupees 80 lakhs ചിലപ്പോൾ 1 crore വരെ സീസൺ അനുസരിച്ച് മാറും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നതും ഒരു ടേക്ക് ഓവർ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. ഫസ്റ്റ് തന്നെ അയാൾ ഏത് കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ അയാളുടെ മനസ്സിലോട്ട് കയറാൻ പോകുന്നത് ഇതാണ്. അപ്പൊ അത് പെട്ടെന്ന് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യും. അതിന്റെ ഇമ്പാക്റ്റും വളരെ ഹ്യൂജ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ മറ്റേ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഓരോ പ്ലാറ്റ്ഫോമിനും ഇതുപോലത്തെ ടേക്ക് ഓവർ ഫോർമാറ്റ്സ് ഉണ്ട്. ടിക്ടോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്ടോക്കിന് മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഉണ്ട്. ഇത് ടിക്ടോക്ക് ആപ്പ് ആരാണോ നമ്മൾ ആ ഒരു 24 hours ഡെഡിക്കേറ്റ് ചെയ്ത ഡേറ്റിൽ ആ ഒരു ടിക്ടോക്ക് ആപ്പ് ഓപ്പൺ ആക്കിയാലും ആദ്യം നമ്മുടെ ആഡ് കാണിക്കും. അത് മിനിമം 5 seconds ആ ഒരു ആഡ് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അവർക്ക് നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഒരു പ്രീമിയം പ്ലേസ്മെന്റ് ആണ്. ഒരു 50,000 pounds പെർ ഡേ നമുക്ക് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലാണ് ഈ ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ആഡ്സ് മാനേജറിൽ നല്ല നമ്മൾ പുഷ് ചെയ്യുന്നത്. നമ്മൾ അതെങ്ങനെ കിട്ടുക? നമുക്ക് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള റെപ്സ്, ടിക്ടോക്കിന്റെ റെപ്സ് അവരുടെ ബാക്ക് എൻഡിൽ നിന്ന് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് തരും. ദെൻ അതിന്റെ ഓഡിയൻസും അതിന്റെ ആഡ്സും അതിനകത്ത് കാണിക്കേണ്ട ആഡ്സും നമ്മുടെ സൈഡിൽ നിന്ന് ആഡ് ചെയ്യും. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അവരുടെ സൈഡിൽ നിന്നായിരിക്കും. 50,000 pounds ആലോചിച്ചാൽ മതി. മിനിമം ആണ്. അതെ, ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിക്ടോക്കിനകത്താണെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഇല്ലാതെ നമ്മൾ തിരിച്ചു തരാം. നമ്മൾ WPP കയറി നമ്മൾ ഗൂഗിളിന്റെ ക്യാമ്പയിൻസ് റൺ ചെയ്തു. ഗൂഗിളിന്റെ ക്യാമ്പയിൻസ് റൺ ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത് പ്രീമിയം പ്ലേസ്മെന്റ് എന്ന സാധനമുണ്ട്. അതിൽ നിങ്ങൾ ടിക്ടോക്കിലേക്ക് പോയി. സോ ലെറ്റ്സ് കം ബാക്ക്. WPP വേറെ എന്താ ചെയ്ത് കയറിയതിനു ശേഷം? ഗൂഗിൾ ആസ് എ ക്ലയന്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 6 months ആണ്. അപ്പൊ അത് എസെൻസ് മീഡിയ എന്ന് പറയുന്ന ഏജൻസിയുടെ ക്ലയന്റ് ആയിരുന്നു ഗൂഗിൾ. അപ്പൊ ഇവരുടെ എല്ലാം പേരന്റ് കമ്പനിയാണ് WPP. WPPക്ക് ചൈൽഡ് ഏജൻസീസ് ഉണ്ട്. അതിൽ ഒന്ന് എസെൻസ് മീഡിയകോം, പിന്നെ മൈൻഡ് ഷെയർ. അപ്പൊ ഇപ്പൊ ഞാൻ മൈൻഡ് ഷെയറിലാണ്. ആ ഒരു 6 months കഴിഞ്ഞപ്പോ എന്നെ
me as a വേറെ resource സ്ഥലത്തേക്ക് change one agency to another agency. അങ്ങനെ മൈൻഡ് ഷെയർ എന്ന് പറയുന്ന ഏജൻസിയിലോട്ട് വന്നു. ഓക്കെ. അപ്പൊ ആദ്യമേ നമ്മൾ ഏഷ്യ പസഫിക് റീജിയനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മളെ ഇമിയയിലോട്ട് മാറ്റി, യൂറോപ്യൻ റീജിയനിലെ ക്ലയൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി. അപ്പൊ ബേസിക്കലി നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ഏജൻസി ആണെങ്കിൽ എന്താണ് അപ്പൊ ഈ WPP 2 ഏജൻസി ആണല്ലോ, എസെൻസും മൈൻഡ്ഷെയറും. എസെൻസ് ഒന്ന്, മീഡിയകോം ഒന്ന്, അത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് എസെൻസ് മീഡിയകോം ആക്കി. അത് കഴിഞ്ഞിട്ട് ഉള്ളത് വേവ് മേക്കർ എന്നുള്ള ഏജൻസി ഉണ്ട്, മൈൻഡ് ഷെയർ. എന്താണ് ഈ ഏജൻസികൾ തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ഏജൻസീസ് പിന്നീട് അക്വയർ ചെയ്തെടുത്തതും ഇൻസൈഡ് തന്നെ ഓരോ സ്പെസിഫിക് നീഷിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് വർഷങ്ങൾക്ക് മുന്നേ. നിഷ് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പ് പോവോ? എന്താണ് നീഷ്? ഇപ്പം WPP അങ്ങനെ നീഷ് ബേസ്ഡ് അല്ല, അവർ കുറച്ചും കൂടെ ഔട്ട്കം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ഇപ്പം പബ്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ഇതുപോലെ നീഷ് ബേസ്ഡ് തന്നെയുള്ള ഏജൻസീസ് ഉണ്ട്. ഇപ്പം മെഡിക്കൽ റിലേറ്റഡ് തന്നെ വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സിന് പകരം ഇവര് ഉള്ളില് ഏജൻസീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ ഏജൻസി ഇപ്പം ഞാനിപ്പം വർക്ക് ചെയ്യുന്ന മൈൻഡ് ഷെയർ ആണല്ലോ. മൈൻഡ് ഷെയറിന് ഒരു സെറ്റ് ഓഫ് ക്ലയൻസ് ഉണ്ട്. സോ ആ സെറ്റ് ഓഫ് ക്ലയൻസിലായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് അലോക്കേറ്റ് ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ മറ്റേ ഏജൻസിയുടെ ക്ലയൻസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മൈൻഡ് ഷെയറിന് അവിടെ ഒരു CEO ഉണ്ടാവും. ആ CEO ആണ് മൈൻഡ് ഷെയർ ആസ് എൻ ഏജൻസി എങ്ങനെ റൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം WPP ആയിരിക്കും. WPP ഡയറക്റ്റ് ഇതിന്റെ വർക്കിങ്ങിനകത്ത്. മൈൻഡ് ഷെയർ വേറെ തന്നെ ഒരു കമ്പനിയാണോ? മൈൻഡ് ഷെയർ ഇറ്റ്സെൽഫ് ആസ് എ കമ്പനി, ബട്ട് അവരുടെ പേരന്റ് കമ്പനി WPP ആണ്. Okay. ബട്ട് ഇപ്പം നമ്മൾ അത് ചേഞ്ച് ചെയ്ത് ഇപ്പം നിലവിൽ ഇതെല്ലാം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ CEO ആകും. ഇപ്പം WPP മീഡിയ എന്നാക്കി. ഓക്കെ. അതായത് ഹൈറാർക്കി പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. WPP അണ്ടറിൽ ഗ്രൂപ്പ് എം വരുന്നുണ്ട്. ഗ്രൂപ്പ് എം ആണ് വേൾഡിലെ ലാർജസ്റ്റ് മീഡിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. അതായത് ലോകത്ത് നടക്കുന്ന മൊത്തം പരസ്യങ്ങളുടെ 1/3 ചെയ്തുകൊണ്ടിരുന്നത് ഗ്രൂപ്പ് എം ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ മെറ്റ, ടിക്ടോക്ക്, ആമസോൺ ആഡ്സ്, ഓൾമോസ്റ്റ് എല്ലാ പെയ്ഡ് ആഡ്സ് ചാനലിലും ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഈ ഏജൻസി വഴിയാണ്. ഈ ഏജൻസിയുടെ ക്ലയൻസ് ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആഡ്സ് സ്പെൻഡ് ചെയ്യുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിന്റെ എല്ലാം കുറെ ബേസിക്കലി നിങ്ങൾ പറയുന്നത് ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഇല്ല. നമ്മൾ കമ്പനി വലുതാവണനുസരിച്ച് റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടേയിരിക്കും. നമ്മളെവിടെയാണ് ഒരു കമ്പനി, ആ കമ്പനി തന്നെ ആയിരിക്കണം എല്ലാം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് റീസ്ട്രക്ചറിങ് ചെയ്ത് അത് വേണമെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇകോം ഷോക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടാക്കാം. ഇകോം സ്കൂൾ ഉണ്ടാക്കാം, ഇകോം മാഫിയ വേറൊരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഇകോം ആക്സിലറേറ്റർ വേറൊരു കമ്പനി ആയിരിക്കാം. അപ്പൊ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇകോം സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ഇകോം സ്കൂളിൽ പോയിട്ട് ഹെഡായിട്ട് ഷാൻ ഇരിക്കണ്ട. കറക്റ്റ്. ഷാൻ ടോട്ടൽ ഒരു വിഷൻ ക്ലിയർ ചെയ്തിട്ട് അതിന് വേണ്ട, ഇവർക്ക് എല്ലാവർക്കും പോകേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, അതിന് വേണ്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ ഇകോം സ്കൂളിന് ഒരു ഹെഡായിട്ട് ഒരാളെ വെക്കുക. കറക്റ്റ്. അയാൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു എട്ടേക്കിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഷാന്റെ വിഷൻ അവിടെ ക്ലിയർ ആക്കുക. ആൾ ആ വിഷൻ ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ കറക്റ്റ് റൂട്ടിലാണ് പോണേ. ഓക്കെ. എനിവേസ്, അപ്പൊ നിങ്ങള് മൈൻഡ് ഷെയറിലേക്ക് മാറി. യെസ്. അപ്പൊ മൈൻഡ് ഷെയറിൽ ജോയിൻ ചെയ്തപ്പം അവിടുത്തെ ക്ലയന്റ് ആണ് KFC, മാർക്സ് ആൻഡ് സ്പെൻസർ, ഇവരൊക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ അവിടോട്ട് വന്നപ്പോഴത്തേക്കും KFC പ്രോജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. KFC പ്രോജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഏത് ഇയറിലായിരിക്കും? 2023 ഓൾമോസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തന്നെ, ഒരു ജനുവരി ഒരു ടൈമിലൊക്കെ തന്നെയായിരുന്നു. ഓക്കെ. 23 അല്ലേ KFC സ്റ്റാർട്ട് ചെയ്യുന്നത്, KFC വർക്ക് ചെയ്യുന്നത്. പക്ഷെ മൈൻഡ് ഷെയറിൽ അതിന് മുന്നേ അലോക്കേറ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് നിങ്ങൾ ഇകോം മാഫിയയിൽ കയറിയത്. ആ സമയത്താണ് നമ്മൾ പോഡ്കാസ്റ്റ് റിലീസ് ചെയ്യുന്നത്. 3ാമത്തെ 4ാമത്തെ പോഡ്കാസ്റ്റ് ആയപ്പോ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓക്കെ. അത് തൊട്ടിട്ടാണ് നമ്മള് പരിചയപ്പെട്ടത്. അപ്പൊ KFC കയറി. അത് നിങ്ങൾ വന്നിട്ട് എനിക്ക് പറഞ്ഞിരുന്നു KFC ഇതൊക്കെ ആയിരുന്നു എന്റെ ക്ലയൻസ്, ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇൻട്രോ തന്നിരുന്നു. ഓക്കെ. യെസ്, പറയൂ. ഇനി ഒരു KFC കയറി. KFC അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ക്ലയൻസ്. KFC ആണ് എനിക്ക് പേഴ്സണലി ഇതുവരെ വർക്ക് ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഇഫ് ഐ ചൂസ് ബെസ്റ്റ് ക്ലയന്റ് ഐ വിൽ ചൂസ് KFC. ഒരുപാട് റീസൺ ഉണ്ട് അതിന്. ഫസ്റ്റ് തന്നെ KFC ആസ് എ ബിസിനസ് അവരെല്ലാ കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ റെഡി ആയിരിക്കുന്നത് അവരാണ്. ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മൾക്ക് വർക്കൗട്ട് ആയിരിക്കുന്ന സാധനം മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ മതി, അത് ചേഞ്ച് ചെയ്യല് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല. അവർക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും. എക്സ്പെരിമെന്റ് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ക്ലയന്റിനെ പറ്റി ഞാൻ പുറത്ത് പോകുന്നു. വർക്ക് ചെയ്യുന്ന സാധനം മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. KFC എക്സ്പെരിമെന്റ് ഫസ്റ്റ് ആണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട്, ഇപ്പൊ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ അല്ലെങ്കിൽ ടിക്ടോക്ക് ആഡ്സിലൊക്കെ പുതിയൊരു ഫീച്ചർ വരുമ്പോൾ അതിന്റെ ആൽഫ ഫീച്ചർ ലെവൽ കഴിഞ്ഞിട്ട് ബീറ്റ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ നമുക്ക്
സജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് പൊതുവെ എല്ലാ ബ്രാൻഡുകളും അത് അങ്ങനെ എടുക്കാറില്ല. പക്ഷെ KFCയിൽ നമ്മൾ ആ ബീറ്റ സ്റ്റേജിൽ തന്നെ ഒരുപാട് ഇപ്പം അവരെ ബേസിക്കലി അവരെ കൾച്ചർ സെറ്റ് ചെയ്ത് അങ്ങനെയാണ്. അപ്പൊ എത്ര പെർസെന്റേജ് ഓഫ് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ അറിയില്ല, എത്ര പെർസെന്റേജ് ആഡ് ബഡ്ജറ്റ് ഈ എക്സ്പെരിമെന്റേഷൻ അലൊക്കേറ്റ് ചെയ്യുക? അത് പെർസെന്റേജ് വൈസ് സംടൈംസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് തന്നെ നമുക്കൊരു ക്രെഡിറ്റും കൂടെ തരും. കാരണം അവർക്ക് ആ ഒരു ഫീച്ചർ KFC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആണ്. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ക്രെഡിറ്റും കൂടെ നമുക്ക് ഓഫർ ചെയ്യും. അപ്പൊ ആ ക്രെഡിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്ലസ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു ചെറിയൊരു ശതമാനം 10%. ഓക്കെ, ഞാൻ എപ്പോഴും 20% എക്സ്പെരിമെന്റേഷൻ നമുക്കിപ്പം ക്രെഡിറ്റും കൂടെ ചേർക്കുമ്പോൾ 10% മതി. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് എക്സ്പെരിമെന്റേഷൻ ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾ എത്ര മാറ്റി വെക്കാനാ പറയുക? അങ്ങനെയാണെങ്കിൽ എപ്പോഴും നല്ലൊരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 80-20 റൂൾ തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ല, 20% മാറ്റി വെക്കൂ. ഓക്കെ, നൈസ്. KFC കണ്ടിന്യൂ. അപ്പം അവിടെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ അവർക്ക് മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത് അവർക്കിപ്പം ഒരു ദിവസം ഇത്ര എണ്ണം വിറ്റുക എന്നുള്ളതല്ല, അവിടെ മാർക്കറ്റ് പിടിച്ചെടുക്കുക. അത് കുറച്ചുകൂടെ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂഷൻ ആണ്. അപ്പൊ 80-20 പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി 80-20 റൂൾ, അതായത് 20% നിങ്ങൾക്ക് എക്സ്പെരിമെന്റേഷൻ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങളൊരു തിയറി. എല്ലായിടത്തും അല്ല, പക്ഷെ പുതിയതായിട്ട് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഡൺ. അപ്പോൾ എങ്ങനെയാണ് പിന്നെ KFC എങ്ങനെയാണ് പോണത്? KFCക്ക് നമ്മളിപ്പോ ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരിക്കലും ഒരു ദിവസം ഇത്ര ബർഗർ സെല് ചെയ്യാന്നുള്ള ഒരു ടാർഗറ്റ് അല്ല. അവർക്ക് കുറച്ചും കൂടെ ഹ്യൂജ് ടാർഗറ്റ് ആണ്. ഇപ്പം എനിക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് 1,00,000 ബർഗർ അല്ലെങ്കിൽ 1 കോടി ബർഗർ. അവർക്ക് ഓൾറെഡി അറിയാലോ. ഇപ്പം UK മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ UK മാർക്കറ്റിൽ ഒരു ദിവസം എത്ര ബർഗേഴ്സ് ആവറേജ് ആൾക്കാർ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ടെന്നുള്ള ഏകദേശം ഐഡിയ ഉണ്ട്. മാർക്കറ്റ് സൈസ് അവർക്കറിയാം. ഇവർക്ക് വേണ്ടത് മാർക്കറ്റിന്റെ പെനിട്രേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് ക്യാപ്ചറിങ് ആണ് അവരുടെ മെയിൻ ഗോള്. ഇപ്പൊ UK പറയുവാണെങ്കിൽ മെയിൻ നമ്മുടെ അടുത്ത് കോമ്പറ്റീറ്റർ McD ആണ്. അവർക്കാണ് മാർക്കറ്റ് ഷെയർ കൂടുതൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സെഗ്മെന്റിലും McDനെ ആ മാർക്കറ്റ് ഷെയർ ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെഗ്മെന്റ് ഇപ്പം ബർഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിപ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ തന്നെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആയിക്കോട്ടെ, ഇവിടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ള പ്ലേയേഴ്സിന്റെ മേളിൽ നമുക്ക് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതിനാണ് ഓരോ ബേസിക്കലി ഒരു 60 എണ്ണം McDയും 40 എണ്ണം KFC ആണ് സെല്ല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അത് KFCന്റെ എങ്ങനെ 45 ആക്കാം 50 ആക്കാം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യത്തെ ലെവൽ തൊട്ട്, നമ്മൾ ആദ്യമേ സംസാരിച്ചില്ലേ, ടോപ്പ് ഓഫ് മൈൻഡ്, ഒരാളെ കൺവിൻസ് ചെയ്ത് അയാളുടെ ഒരു തിങ്കിങ്ങിൽ തൊട്ട് നമ്മളുടെ ബ്രാൻഡിനെ പെർസീവ് ചെയ്യുന്ന ലെവൽ തൊട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ജേണിയിൽ ലാസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്നോളം വരെയുള്ള ടോട്ടൽ ജേണിയിൽ നമ്മൾ ക്യാമ്പയിൻസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ഓരോ സെഗ്മെന്റിനെ ടോപ്പ് ഓഫ് ഫണല്, മിഡിൽ ഫണല്, ബോട്ടം ഫണലിൽ നിന്ന് തരംതിരിച്ച് ലാസ്റ്റ് ഫണലിലേക്ക് വരുമ്പോൾ പർച്ചേസ് നടക്കും. അതും ഓൺലൈനിൽ നമുക്ക് വരുന്ന സെയിലിനേക്കാളും ഹ്യൂജ് ഓഫ്ലൈനിലാണ്. അതുകൊണ്ട് നമ്മൾ സെയിൽസ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ടൊക്കെ പുഷ് ചെയ്യാറുള്ളൂ. ഒരു ലെസ് ദാൻ 30,000 അല്ലെങ്കിൽ ഒരു 35,000 ഒക്കെ നമ്മൾ പെർ ചാനലിൽ പൗണ്ട്സ് കൺവേർഷൻ ക്യാമ്പയിൻസ്, അത് ആപ്പ് ക്യാമ്പയിൻസ്, ആപ്പ് വഴി തന്നെ ഓർഡർ ചെയ്യാനായിട്ടുള്ള ക്യാമ്പയിൻസ് ആണ്. നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് ഫണലിലാണ്. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മളെ നാട്ടുകാരൊക്കെ വിചാരിച്ചു ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുക, ഓൺലൈനിൽ സെയിൽസ് ഉണ്ടാക്കുക. It is not about online sales. No. It is about overall sales. Yes. Overall revenue ഉണ്ടാക്കുക. ഓഫ്ലൈനിലും ഓൺലൈനിലും അല്ലാത്ത ചാനലിലും ഒക്കെ സാധനം നടക്കും. അത് സിമ്പിൾ ആയിട്ട്. ഇപ്പം നമുക്കിപ്പം KFC മാറ്റിയിട്ട് വേറൊരു പ്രോഡക്റ്റ് എടുക്കാം. ലൈക്ക് ഇപ്പം നമുക്ക് വേറെ എക്സാമ്പിൾ ആണെങ്കിൽ മാർക്സ് ആൻഡ് സ്പെൻസർ ഒക്കെ എടുക്കാം. അപ്പൊ മാർക്സ് ആൻഡ് സ്പെൻസറിന്റെ ഒരു കിഡ്സ് വെയറിന്റെ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഫർ അവർക്ക് റീറ്റെയിൽ പോയി കഴിഞ്ഞാലും കിട്ടും, ഓൺലൈനിലും കിട്ടും. അപ്പൊ നമ്മൾ ആ ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മളെ ജോലി. അപ്പൊ ഇത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പർച്ചേസ് ചെയ്ത് തരും. അപ്പൊ അവിടെ അതിന് മുന്നേ ഉള്ള ഒരു ഗെയിൻ എന്താന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സോ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് വരുമ്പോൾ ആ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ, ഇപ്പൊ മാർക്സ് ആൻഡ് സ്പെൻസറിന്റെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണം, എനിക്ക് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ അത്രയും വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല, ബ്രാൻഡിലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇത് ഓൾറെഡി എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റ് ആയിരിക്കും, ഇത്ര റേറ്റ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന്. അതിൽ താഴെ അവർ കൊടുക്കുന്ന പറയുമ്പോൾ അത് ആക്ച്വലി എനിക്കൊരു വാല്യൂ ആണ്. അപ്പൊ ആ വാല്യൂ എനിക്ക് അറിഞ്ഞാൽ മാത്രം മതി, ഞാൻ അത് പോയി ചെയ്യും. അപ്പൊ അത് അറിയിക്കുക എന്നുള്ളൊരു പാർട്ട് മാത്രം മേ ബി ആ ഒരു സൈഡിൽ നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ ഒരു സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ. ബട്ട് ഇതായിരിക്കത്തില്ല ചിലപ്പോൾ അങ്ങനെ വാല്യൂ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സെല് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ബേസിക്കലി നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഉള്ളൊരു ബ്രാൻഡ് ആണെങ്കിൽ വി ഷുഡ് ആക്ച്വലി ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ ഓവറോൾ സെയിൽസ്.
ആ മാർക്കറ്റിംഗ് Yes. ക്യാമ്പയിൻ ഓവറോൾ ബിസിനസിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതായിരിക്കണം ഒബ്ജക്റ്റീവ്. അതായിരിക്കണം ഒബ്ജക്റ്റീവ്. പക്ഷെ നമുക്ക് അത് എങ്ങനെ വെറുതെ ഇത് achieve ചെയ്യാം? മാത്രം ഇത് മാത്രം വെച്ച് നിങ്ങൾ ഓൺലൈൻ മാത്രം ചെയ്താൽ അതിന് ശരിക്കും ഇമ്പാക്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓൺലൈനിലെ സെയിൽസ് മാത്രം നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓഫ്ലൈനും MYOP ഇപ്പൊ ഒരു ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഓൺലൈൻ സെയിൽസ് മാത്രമല്ലല്ലോ മെഷർ ചെയ്യേണ്ടത്, ഓഫ്ലൈനും മെഷർ ചെയ്യണ്ട. മെഷർ ചെയ്യാം. അപ്പൊ ഓഫ്ലൈൻ മെഷർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനിൽ ഒരു ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് അതിന്റെ ഗെയിൻ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണോ കൂടുതൽ ആൾക്കാരുള്ളത്, എവിടെയാണോ കൂടുതൽ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ പറ്റുന്നത്, അവിടെ നമ്മൾ നമ്മുടെ പ്രൊമോഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ട് മാർക്കറ്റിംഗ്. കറക്റ്റ്. ഇതിന്റെ തന്നെ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി ആണ് ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ്. കറക്റ്റ്. സോഷ്യൽ മീഡിയ ചാനൽസിൽ നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഓൺലൈനിൽ മാത്രം അല്ല പർച്ചേസ് വരുന്നത്. അത് ഓൺലൈനിൽ പർച്ചേസ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ, കാരണം ആ പ്ലാറ്റ്ഫോമിന് ആ ഡേറ്റ മൊത്തത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് അറിയാം നമ്മൾ ആഡ്സ് കാണിച്ചാൽ ആരാണ് പർച്ചേസ് ചെയ്തത്, ആരാണ് പർച്ചേസ് ചെയ്യാത്തത്. ഇതിന് ഓഫ്ലൈനിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതും അൽഗോരിതത്തിന് ട്രെയിൻ ചെയ്യണം, ആ ഡേറ്റ തിരിച്ച് പാസ് ചെയ്യണം. അതിന് ഓഫ്ലൈൻ കൺവേർഷൻസ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. നമ്മൾ ആ പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ ഡേറ്റ നമ്മൾ തിരിച്ച് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുക. അതുവഴി ആഡ് എക്സ്പോസ്, അതായത് ആഡ് ഓൾറെഡി കണ്ട ആൾക്കാരെയും ഈ തന്നേക്കുന്ന പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ ഡേറ്റയും വെച്ചിട്ട് അൽഗോരിതത്തിന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിൽ എത്ര പേര് പർച്ചേസ് ചെയ്തു, നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആട്രിബ്യൂഷൻ വിൻഡോയിൽ എത്ര പേര് പർച്ചേസ് ചെയ്തു, അത് നമുക്ക് നമ്മുടെ ക്യാമ്പയിൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. ആ ഡേറ്റ അൽഗോരിതം പിന്നീടുള്ള ആൾക്കാരെ ആഡ് കാണിക്കാനായിട്ടും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുകയും ചെയ്യും. മനസ്സിലായി. ഓക്കെ, സോ അവിടെ KFC നിന്ന് നിങ്ങളെ പുറത്താക്കി. പിന്നെ ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ അത് തന്നെ വേറെ ഏജൻസിയിലേക്ക് മാറി. അല്ല, KFCയിൽ വന്നു. KFCയുടെ മാനേജ് ചെയ്യുന്ന ഏജൻസി തന്നെയാണ് ഞാൻ ത്രൂ ഔട്ട് പിന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതായത് മൈൻഡ് ഷെയർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, WPPയുടെ വൺ ഓഫ് ദ ചൈൽഡ് കമ്പനി. അപ്പോ KFCയിൽ ഒരു വർക്ക് ചെയ്തതിന് ശേഷം ഒരു പോയിന്റിൽ MNSലേക്ക് കൂടുതൽ അലോക്കേറ്റ് ചെയ്തു. അതായത് KFCയിൽ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ടീമിൽ നിന്ന് മാറി. അപ്പൊ എനിക്ക് പ്രൊമോഷൻ ആയി. ഞാൻ ആദ്യമേ സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാനേജറായിട്ട് പ്രൊമോട്ട് ആയപ്പോൾ എനിക്ക് മാർക്സ് ആൻഡ് സ്പെൻസർ മാനേജറാ. അതെ. അപ്പൊ അവിടെ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് ആയിരുന്നു അവരുടെ. ഒരു 7 മില്യൺ പൗണ്ട്സ് ബഡ്ജറ്റ് ആണ് അവരുടെ ഒരു ഇയറിലേക്ക് വന്നത്. 7 മില്യൺ പൗണ്ട്സ്. അപ്പൊ 1 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കിനും 10 കോടി. 7 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു അപ്രോക്സിമേറ്റ് ഒരു 70-75 a few hundred crores. ഓക്കെ, മനസ്സിലായി. അതൊരു വർഷത്തേക്ക് വേണ്ടി മാത്രമുള്ള ബഡ്ജറ്റാണ്. ഇതും നമ്മുടെ സെയിൽസിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫണലിനകത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഫണലിന് വേണ്ടി മാത്രമുള്ള ബഡ്ജറ്റാണ്. അവയർനെസ്, കൺസിഡറേഷൻ, കൺവേർഷൻ. ഇനി MNSന്റെ ഈ ക്ലോത്തിങ്ങിന്റെ കൺവേർഷൻ മാത്രം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏജൻസിയാണ് ചെയ്തത്. മാത്രം ഒരു ഏജൻസിയാണ്. ടോപ്പ് ഓഫ് ഫണലും മിഡിൽ ഫണലും ആണ് നമ്മുടെ ഏജൻസി. അപ്പൊ അതിനകത്ത് ടോപ്പ് ഓഫ് ഫണൽ ചെയ്യാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു ടീമുണ്ട്. എന്റെ ടീം ചെയ്യുന്നത് ആ മിഡിൽ ഫണൽ മാത്രം. അതിനകത്ത് തന്നെ ഈ MNS ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓരോ ക്ലോത്തിങ് കാറ്റഗറീനെ തിരിച്ചേക്കുക. മെൻസ് വെയർ, വിമൻസ് വെയർ, ചൈൽഡ്സ് വെയർ, പിന്നെ ഇന്നർ വെയർ, ഇതെല്ലാം ഇങ്ങനെ സെഗ്മെന്റ് തിരിച്ചേക്കുക. അപ്പൊ അതിനകത്ത് മെൻസ് വെയറും ചിൽഡ്രൻസ് വെയറും ഈ 2 സെഗ്മെന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സ്ട്രാറ്റജീസ്, അതിനുള്ള ക്യാമ്പയിൻ എക്സിക്യൂഷൻ, അപ്പൊ അതിന്റെ ബഡ്ജറ്റാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് 7 മില്യൺ പൗണ്ട്സ്. അതെ, അത് ക്ലോത്തിങ്ങിന് വേണ്ടി മാത്രം. ഈ കാറ്റഗറി ഒരു കാറ്റഗറിക്കല്ല, എല്ലാ കാറ്റഗറിക്കും കൂടെ ചേർത്ത് മിഡിൽ ഫണലിൽ മാത്രം ഇത്രയും ബഡ്ജറ്റ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞാൻ വയ്ക്കുന്നത് ഇത് എല്ലാ ഫണലിലും ഒരേ ഏജൻസി വർക്ക് ചെയ്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനൊന്നുമില്ല. ഇത് നമ്മൾ ഇത് വീണ്ടും ഒരു ബോട്ടം ഫണൽ മാത്രം വേറെ ഏജൻസി കൊടുത്തത് അവിടെ മാത്രം എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ക്വാളിറ്റി. ഇപ്പൊ എനിക്ക് ചെയ്യേണ്ടത് കൺസിഡറേഷൻ ആണ്. അപ്പൊ എന്റെ ഗോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ട്രാഫിക്കിനെ വെബ്സൈറ്റിലേക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഗോള്. ആ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് അവയർനെസ് ഫണലില് അല്ല, അത് വേറെ ടീമുണ്ട്. അവർ കൂടുതൽ റീച്ച് എത്തിക്കുക, കൂടുതൽ ഇമ്പാക്റ്റിൽ ഇവരുടെ ക്യാമ്പയിൻസ് ഡ്രൈവ് ചെയ്യുക, ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് വെബ്സൈറ്റിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് കൺസിഡറേഷൻ സ്റ്റേജിൽ
നിങ്ങൾ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക. നമ്മുടെ അവിടുത്തെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് ആണ്. ഓക്കെ. അപ്പൊ ട്രാഫിക്കിന് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു ഇത്ര മിനിറ്റ് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യണം, ഇത്ര പ്രൊഡക്ട്സ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നു, അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് മാച്ച് ചെയ്യുന്നവർ ക്വാളിറ്റി ട്രാഫിക്, അല്ലാത്തത് ക്വാളിറ്റി ഇല്ലാത്ത ട്രാഫിക്. ഇതെല്ലാം നമുക്ക് അഡോബ് അനലിറ്റിക്സും അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സ്, അനലിറ്റിക്സ് ടൂൾസിനകത്ത് നല്ല ഡേറ്റ എല്ലാം നമ്മൾ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടെ അനലിറ്റിക്സ് കൂടുതലായിരുന്നു ആ ഒരു ടൈം. ഒരേ സമയത്ത് തന്നെ നമ്മൾ കുറേ അധികം ക്രിയേറ്റീവ് ടെസ്റ്റിങ്ങും ക്യാമ്പയിൻ ടൈപ്പിന്റെ ടെസ്റ്റിങ്ങും പ്ലേസ്മെന്റ് ടെസ്റ്റിങ്ങും ഇപ്പൊ പറഞ്ഞ ഈ MNS ചെയ്തപ്പോൾ 20% കൂടുതൽ നമ്മൾ അവിടെ എക്സ്പെരിമെന്റിലാണ് യൂസ് ചെയ്തത്. ഫുള്ള് ട്രാഫിക്കിനകത്ത് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ചിട്ടായിരിക്കും അടുത്തത് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ കാറ്റഗറി ഉണ്ടല്ലോ, അവയർനെസ് ഫണലിൽ വന്ന കസ്റ്റമേഴ്സിനെ മാത്രമേ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുള്ളൂ? യൂഷ്വലി അവയർനെസ് ഫണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ടോട്ടൽ നമ്മുടെ മാർക്കറ്റില് മിനിമം ഒരു 70-80% ഓൾറെഡി നമ്മൾ മാത്രം പ്ലാറ്റ്ഫോം അല്ല. അവിടെ ഇപ്പം നമ്മൾ പെയ്ഡ് സോഷ്യൽ പ്ലാറ്റ്ഫോം മാത്രമാണ്. അതൊരു ടീം അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഇതുപോലെ സെർച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിസ്പ്ലേ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രോഗ്രാമാറ്റിക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഔട്ട് ഓഫ് ഹോം ഉണ്ട്, അതിനകത്ത് തന്നെ ഡിജിറ്റൽ ഔട്ട് ഓഫ് ഹോം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, AV, BOD, ഇതൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റാ. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലല്ലേ UK ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി? ഇത് ബിഗർ ഏജൻസി ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെ സെപ്പറേറ്റ്. അതിനകത്ത് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇൻഡെപ്തിൽ ചെയ്യുന്ന പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഇൻഡെപ്ത് ചെയ്യാനായിട്ടുണ്ടാവും. അതുപോലെ TV വേറെ ഉണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ടീം ഉണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പം പിന്നെ അവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കൺസിഡറേഷൻ ഫണ്ടിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇപ്പൊ ചോദിച്ചില്ല, അവയർനെസ്സിൽ അവിടെ തന്നെയാണ് റിട്ടയർ ചെയ്തത്. അപ്പൊ ഇത്രയും ചാനൽസ് യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ മാർക്കറ്റിൽ ഫുള്ള് നമ്മൾ അപ്പൊ അവയർനെസ് എന്തായാലും എല്ലാവർക്കും പാസ് ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നതും. അതെ, ഇവിടെ ഇപ്പൊ നമ്മൾ 7 മില്യൺ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഇരട്ടിയിലധികം ബഡ്ജറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ദെൻ ഇവിടെ ഓൾറെഡി അവർ അവെയർ ആണ്, മാർക്സ് ആൻഡ് സ്പെൻസറിന് അവെയർ ആണ്, അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആണ്. ദെൻ നമുക്ക് ഇനി ട്രാഫിക് ഡ്രൈവ് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവിടെ നമ്മൾ എഫിഷ്യൻസിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ $1 സ്പെൻഡ് ചെയ്യുമ്പോൾ ആ $1 വർത്ത് എങ്ങനെ നമുക്ക് 100% അല്ലെങ്കിൽ 200% ആയിട്ട് നമുക്ക് ആ ബിസിനസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അതാണ് നമ്മൾ പല എക്സ്പെരിമെന്റ് വെച്ചിട്ട് ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ അതിനകത്ത് കുറെ ഇൻഡെപ്ത് നമ്മൾ അനലിറ്റിക്സ് പോയി, അതിനകത്ത് ഒത്തിരി ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റ ഒരു ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റയിൽ നമ്മൾ ഒരു ക്യാമ്പയിന് ഒരുപാട് ആഡ് സെറ്റ് യൂസ് ചെയ്തില്ലെങ്കിലും ഇപ്പം അൽഗോരിതം ലേറ്റസ്റ്റ് ചേഞ്ച് ചെയ്തു. പക്ഷെ അതിന് മുന്നത്തെ ആണെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് യൂസ് ചെയ്യുന്ന വെച്ചു. ഏത് ആഡ് സെറ്റിനാണോ ക്രിയേറ്റീവിന്റെ എണ്ണം കൂടുതൽ, ആ ആഡ് സെറ്റിനായിരിക്കും പൊതുവെ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവാനായിട്ടുള്ള സാധ്യത. കാരണം ക്രിയേറ്റീവ് കോമ്പിനേഷൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് ക്രിയേറ്റീവ്സിന്റെ എണ്ണത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള ഒരു ഇൻസൈറ്റ്സ് അവിടെ കിട്ടി. എത്ര ക്രിയേറ്റീവ്സ് എത്ര വർക്കിംഗ് ആയിട്ടുള്ളതാണെങ്കിലും ക്രിയേറ്റീവിന്റെ എണ്ണത്തിൽ കാര്യമുണ്ട്. അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ട ബിസിനസ് ഓണേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റർ മാത്രം വെച്ചിട്ടാണ് മെറ്റാഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ റോങ് ആണ്. അതിന്റെ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് ട്രൈ ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ ഒരു റെഡ് കളറിലുള്ള ഒരു പോസ്റ്റർ ആണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു കളറിലും കൂടെ എടുക്കുക. അപ്പൊ രണ്ടാമത്തെ പോസ്റ്ററായി. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന് സെയിം ടെക്സ്റ്റിന് യൂസ് ചെയ്തു. വേണമെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്ത് ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് മാറ്റണമെന്നില്ല, ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഇനി ഇതിനെ നമുക്ക് താഴെ ഫ്ലോർ വെച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ആ ഗ്ലാസിന്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കിട്ടും. 3 ബാക്ക്ഗ്രൗണ്ടിൽ 3 പോസ്റ്റേഴ്സ് ആയി പിടികിട്ടോ. അപ്പം വോളിയം കൂടുമ്പം അത് അൽഗോരിതത്തിന് കൂടുതൽ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അല്ല, അപ്പൊ നമ്മള് അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതായത് നമുക്കിപ്പോ എത്ര ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിൽ എത്ര നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കണം? അപ്പൊ ആ ഒരു ആഡ് സെറ്റിന് നമുക്കൊരു സ്പെസിഫിക് ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെ ഞങ്ങൾ ടെസ്റ്റിങ്ങിന് നമ്മൾ ആഡ്സെറ്റിന്റെ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി മീഡിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഇവിടെ നമ്മൾ ഇത്രയും ആഡ്സെറ്റ് ലെവലിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഒന്നും വരത്തില്ല. ഓവറോൾ ക്യാമ്പയിന് എത്രയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ക്യാമ്പയിൻ ലെവൽ തന്നെയാണ് ബഡ്ജറ്റ് കൊടുക്കുന്നത്. അപ്പൊ ടെസ്റ്റിങ്ങിന് എത്ര അലോക്കേറ്റ് ചെയ്യും? ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല ബഡ്ജറ്റ് വരുന്നത്, നമുക്കൊരു അസംഷൻ ആയിരിക്കുമല്ലോ വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, നമുക്ക് ബെസ്റ്റ് നമുക്ക് തോന്നുന്ന ക്രിയേറ്റീവ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ആഡ്സെറ്റും, നമുക്ക് ബെസ്റ്റും ആവറേജും അത്ര പോരാത്ത ക്രിയേറ്റീവ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് മറ്റൊരു ആഡ് സെറ്റ്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി ക്രിയേറ്റീവ് വേഴ്സസ്
ക്വാണ്ടിറ്റി ഓഫ് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന അസംഷൻ ആണ്. അപ്പൊ ഇതിൽ എന്താണ് ഈ മെറ്റ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് നമ്മൾ അവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഒരു സെയിം സമയം ഒരു 20% ഒക്കെ ബഡ്ജറ്റ് ചില സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യും, ചില സമയത്ത് നമ്മൾ ചെയ്യുന്നത് 50-50 പ്രപ്പോർഷൻ ചെയ്യും. ഈ ഒരൊറ്റ ക്യാമ്പയിനുള്ള ടോട്ടൽ ബഡ്ജറ്റിനെ ഒരു ആഡ് സെറ്റിന് 50%, മറ്റേ ആഡ് സെറ്റിന് നമ്മൾ ഇവിടെ ടെസ്റ്റ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ക്യാമ്പയിൻ ലെവൽ നമ്മൾ ക്യാമ്പയിൻ ലെവൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ CBO അഡ്വാൻറ്റേജ് ബഡ്ജറ്റ് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഈ ടെസ്റ്റിന് നമ്മളായിട്ട് ഒരു റൂൾ സെറ്റ് ചെയ്യണ്ട. ക്യാമ്പയിൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിന്നിംഗ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ് അവിടെ സ്കെയിൽ ചെയ്ത്. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണ് നിങ്ങള് മാർക്സ് ആൻഡ് സ്പെൻസേഴ്സിൽ ചെയ്യുന്നത്. മാർക്സ് ആൻഡ് സ്പെൻസറിൽ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതിൽ മെറ്റയുടെ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. ഇതില് ഗൂഗിളിൽ നമുക്ക് ഗൂഗിൾ യൂട്യൂബ് ആഡ്സ് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ടായി. അതിനകത്ത് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്തേക്കുന്ന ഒരു സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. വെർട്ടിക്കൽ ഫോർമാറ്റും ഹൊറിസോണ്ടൽ ഫോർമാറ്റും സെയിം ആഡിന്റെ തന്നെ 2 ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഫോർമാറ്റ് ഇപ്പൊ ഹൊറിസോണ്ടൽ ഫോർമാറ്റ് പർട്ടിക്കുലർ പ്ലേസ്മെന്റ്സിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഫോർമാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ യൂട്യൂബ് ഷോർട്സ് അങ്ങനത്തെ പ്ലേസ്മെന്റ്സിലാണ് കൂടുതലും വർക്ക് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ വീണ്ടും ക്വാളിറ്റി വൈസ് നമുക്ക് അപ്പൊ ഇതിനകത്ത് തന്നെ അവർ വാച്ച് ചെയ്ത ടൈം, എത്ര ടൈം വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇപ്പം ടോട്ടൽ 1000 പേര് ആഡ് കാണിക്കുമ്പോൾ അതിൽ എത്ര പേര് ആദ്യത്തെ 3 സെക്കൻഡ് ഹുക്ക് എലമെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പോകുമ്പോൾ കിട്ടും ഓക്കെ ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമിന് ഈ ഫോർമാറ്റ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം, ഇതിന് ഇത് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ അത്ര ഇൻഡെപ്തിൽ നമുക്ക് അനലൈസ് ചെയ്ത് ഒരു മന്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു 200 പേജ് ഒക്കെ ഉള്ള ഒരു സ്ലൈഡാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അത്രയും ഡെപ്തിലാണ് ഡേറ്റ ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ കഥയില് ഇക്കോമാഫി എവിടെയാണ് വരുന്നത്? നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന്റെ കുറെ കഥകളുണ്ടല്ലോ, അതെവിടെയാ വരുന്നത്? എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ യുകെയിലോട്ട് മൂവ് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ്സിലും കമ്മ്യൂണിറ്റീസിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഡിജിറ്റൽ ബൈറ്റ്സ് ബൈ ലതിബായ്, പിന്നെ ഓൾ കേരള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പുകളിൽ വരുന്ന ഡൗട്ടുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് റിലേറ്റ് വരുന്ന ഡൗട്ടുകളെല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റിൽ തന്നെ ഇക്കോമാഫിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ കാർത്തിക് ഭായ്, പിന്നെ ഓൾമോസ്റ്റ് ശ്യാംഭായ് ഒക്കെ ആണെങ്കിലും ആ ഗ്രൂപ്പിലുള്ള കുറെ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്കൊന്ന് അവരിൽ ആരോ ഒരാൾ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളവരെല്ലാരും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം ഓർത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും, കാരണം ഇവരെല്ലാരും ഇവിടെ ഉണ്ട്. പിന്നെ നോക്കിയപ്പോ കുറച്ചുകൂടെ പിന്നെ നെയിം ഇൻഡിക്കേറ്റിംഗ് ഇ-കൊമേഴ്സ് ആണ് നമ്മൾ ചാമ്പ്യൻ ചെയ്യുന്ന ഇ-കൊമേഴ്സ് ആണ്. അപ്പൊ കുറച്ചുകൂടെ ഒരു ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ഇഷ്ടമുള്ള പാർട്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പ്സിൽ നിന്നൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ കൂടുതലും ഇ-കൊമേഴ്സിലാണ് കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്. കറക്റ്റ്. അതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. മാർക്കറ്റേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ഡിസ്കഷൻ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഡിസ്കഷൻ ആണ് ഇവിടെ കുറച്ചുകൂടി വരുന്നത്. ബാക്കി നമ്മളിപ്പോ കുറെ ഇപ്പം എന്താ പറയണ്ടേ, ഒരു പെർ മന്ത് ഇപ്പൊ ഒരു 10 crores ഒക്കെ ആഡ് ബഡ്ജറ്റ് ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റിക്വയർമെന്റ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റ് ഗ്രൂപ്പുകൾ ചിലപ്പം പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ തൊട്ടടുത്തുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാതെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ തന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പടിക്കും. ഓക്കെ. അപ്പം പിന്നെ അപ്പൊ ഇങ്ങനെ ഇ-കൊമാഫിയയിൽ നിങ്ങൾ എത്തി. ഇനി ഇ-കൊമാഫിയയിൽ വന്നപ്പോ എന്തൊക്കെ സംഭവിച്ചു? ഇ-കൊമാഫിയയില് ഫസ്റ്റ് 2 കൊല്ലായി ബേസിക്കലി, ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അതെ. ഓക്കെ. അതുപോലത്തെ കുറെ കണക്ഷൻസ് അല്ലെങ്കിൽ കുറെ നല്ല ബന്ധങ്ങൾ, കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കച്ചവടമാണ് അറിയണ്ടേ? കച്ചവടമല്ല. ഞാൻ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആണ്. അപ്പം നമ്മളുടെ കോർ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്ന ഇൻസൈറ്റ്സും നമ്മുടെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സുകൾക്ക് അവർക്ക് ഓൾറെഡി ഒരു ഏജൻസി അല്ലെങ്കിൽ മറ്റ് ടീമിനെ വെച്ച് റൺ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെ മാത്രമേ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഓൺബോർഡ് ചെയ്തുള്ളൂ. അപ്പൊ അങ്ങനെ മാത്രമേ നമ്മൾ കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്, മീഡിയ ബൈയിങ് 360. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് MB360 നേരത്തെ പറഞ്ഞ സൈഡ് ഹസിലാണ്.
കമ്പനി US ബേസ്ഡ് ആണ്. നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കൂടുതലും ഗ്ലോബൽ ലെവലിൽ നിന്നുള്ള ക്ലയൻസും ഉണ്ട്. മീൻസ് സ്റ്റാർട്ടപ്പ് ഇ കൊമേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ റീജിയനിൽ നമുക്കുണ്ട്. നമ്മുടെ ഇ മാഫിയ എന്നുള്ള മാഫിയ മെമ്പേഴ്സ് ഉണ്ട്. അതില് MYOP അതിലുള്ള ഒരു ടീമാണ്. അടിപൊളി. MYOPയുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് അപ്പം ഞങ്ങളാണ് ലീഡ് ചെയ്തത്. പിന്നെ സിനാർക്ക് നമ്മുടെ ക്ലയന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് തരണോ, കമ്മീഷൻ തരണോ? ഓക്കെ. അപ്പൊ സിനാർക്കും MYOP ആണ് നിങ്ങൾ ഇപ്പൊ നമ്മളെ മാഫിയന് എടുത്ത ക്ലയൻസ്. അതെ, മാഫിയ വഴിയാണ് അവരുടെ ഒരു കണക്ഷൻ കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു അക്കൗണ്ട് കൊണ്ട് ബിക്കമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്. ഉനൈസിന്റെ അശ്വതി ശ്രീകാന്തിന്റെ ഒരു ഫൗണ്ട് ചെയ്ത വെൽനസ് ബ്രാൻഡ് ആണ്. കുറച്ചും കൂടെ ഒരു ഇ-കൊമേഴ്സ് ടൈപ്പ് അല്ല, ബട്ട് കുറച്ചൊരു ഹയർ ഒരു ബിഗർ വിഷനിൽ കേരളത്തിൽ എല്ലാവരും മലയാളികൾ ബേസ്ഡിൽ തന്നെ വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണ്. എനിക്കൊന്ന് ഒരു മൈൻഡ് വാലിന്റെ മലയാളം വേർഷൻ എന്ന് പറയാറ്റോ? വിഷയന്റെ മൈൻഡ് വാലിയുടെ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് വാലി ഫ്രം കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. യൂബർ ഫോർ ട്രക്സ് എന്നൊക്കെ പറയുന്നത് അതേപോലെയാണ് മൈൻഡ് വാലി ഫോർ കേരള. അതെ, മെയിനായിട്ട് നമുക്ക് ഒരു മലയാളി നമ്മുടെ കേരളത്തിൽ ഈ മെന്റൽ ഹെൽത്ത് അത്ര നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. അത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇൻക്ലൂഡിങ് ഇപ്പം എംപ്ലോയീസിന്റെ ആയാലും ബിസിനസ് ഓണേഴ്സിന്റെ ആയാലും എല്ലാവരുടെയും. അത് നമ്മുടെ ഒരു സൂയിസൈഡ് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു സോഷ്യൽ പ്രോജക്റ്റ് ആണ് ബിക്കമിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് അവരുടെ ആ ഒരു വിഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അവരുടെ ഒരു വിഷനായിട്ട് എനിക്കും കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ പേഴ്സണലി ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് അത്. അതിന്റെ അകത്ത് പിന്നെ അപ്പൊ അവിടെ പെയ്ഡ് ആഡ്സ് ഉണ്ടോ? പെയ്ഡ് ആഡ്സ് നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ ഒരു ഓവറോൾ സ്ട്രാറ്റജിയാണ് മെയിനായിട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതിനകത്ത് കോറായിട്ട് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പെയ്ഡ് ആഡ്സ് അല്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്ക് ഓവറോൾ സ്ട്രാറ്റജിയാണ്. ഓക്കെ. അപ്പൊ MYOP സിനാർക്ക് ഇതെങ്ങനെയാണ് ആ ഒരു എന്തായിരുന്നു ആ പ്രൊജക്ട്, എങ്ങനെയാണ് അത് പോണത്? എനിക്കൊന്ന് ഓൾറെഡി ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്ന വേറെ ക്യാമ്പയിൻസിന്റെ റിസൾട്ട്സ് ഞാൻ വല്ലപ്പോഴൊക്കെ നല്ല പോസ്റ്റ് ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്ക് ഓൾറെഡി അറിയാം. കുറെ പേര് ഇങ്ങനെ അവരുടെ സ്റ്റോറിന്റെ പ്രോബ്ലംസും ഇവർക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം അതിന് പെയ്ഡ് ആഡ്സ് റൺ ചെയ്യേണ്ടവരാണെങ്കിൽ മാത്രമേ ഞാൻ അവർക്ക് പെയ്ഡ് ആഡ്സ് സജസ്റ്റ് ചെയ്തുള്ളൂ. സെർട്ടൺ പോയിന്റ് നിൽക്കുന്ന ബിസിനസ് ഉണ്ട്, അവർക്കൊന്നെങ്കിൽ മാർജിൻ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ആഡ് സ്പെൻഡ് അവർക്ക് ഉണ്ടാകത്തില്ല. അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ട്രാക്കിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പം ഇതൊക്കെ അവര് അറിയാതെ വീണ്ടും അവരുടെ കയ്യിലുള്ള പൈസ പെയ്ഡ് ആഡ്സിൽ സ്പെൻഡ് ചെയ്ത് ബേൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് പുൾ ഓഫ് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ള പ്രോജക്റ്റ് ആണെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ എടുത്ത രണ്ട് പ്രോജക്റ്റ് ഇപ്പൊ MYOP ആണെങ്കിലും സിനാർക്ക് ഇസ് എ സ്റ്റാർട്ടപ്പ് ഐ ഗെസ് അല്ലേ? ഓക്കെ. സിനാർക്ക് ഒരു ഹൈ ആവറേജ് ഓർഡർ വാല്യൂ ഇല്ല സ്റ്റാർട്ടപ്പ് ആണ്. എന്താണ് പിന്നെ വാഷ് ബേസിൻസ് അല്ലേ? ഹോംവെയർ മെയിനായിട്ടും കിച്ചൺ ഡെക്കറേറ്റീവ് പ്രീമിയം വാഷ് ബേസിൻസ് അതാണ് അവരെ ഏരിയ. MYOP ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എടുക്കുമ്പോൾ 40+ ഔട്ട്ലെറ്റ്സ് ഇല്ല ഒരു ലാർജ് സ്കെയിലാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അത് രണ്ട് ചൂസ്? രണ്ട് അറ്റാണ്. സിനാർക്കിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനീഷ്യലി വന്നപ്പോൾ അവർക്ക് റൺ ചെയ്തുകൊണ്ടിരുന്ന ആഡ്സിന്റെ കുറെ അധികം മിസ്റ്റേക്സും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് പറഞ്ഞു ഓക്കെ അത് കറക്റ്റ് ചെയ്ത് തരാം. അപ്പൊ അവര് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തു നമുക്ക് എങ്ങനെയാണ് ഇതൊരു ക്ലയന്റ് ആയിട്ട് തന്നെ ഓൺബോർഡ് ആകണം അങ്ങനെ പറഞ്ഞ് നമ്മളൊരു പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലിൽ ചെറിയൊരു റിട്ടൻഷൻ ഫീയും പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവർക്കും റിസ്ക് വളരെയധികം കുറയ്ക്കാവുന്ന രീതിയിൽ ഗ്രോസ് പ്രോഫിറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് നമ്മൾ കൊണ്ടുവരുന്ന റിസൾട്ടിനകത്തു നിന്നുള്ളൊരു ഷെയർ മാത്രമായിരിക്കും നമ്മൾ ഒരിക്കലും ഒരു ഹയർ ഫീ മേടിച്ചിട്ട് ഒരു റിസ്ക് അവിടെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഓക്കെ ഇപ്പം നമ്മുടെ ഒരു സ്കില്ല് മാർക്കറ്റിംഗിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റവന്യൂ ഡ്രൈവിംഗ് വിയ പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് അതിനുള്ള ഒരു സ്കോപ്പും ഉണ്ട്. ബട്ട് അവർക്കില്ലാതെ പോയത് ഇതുപോലെ ഒരു റിസോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മാർക്കറ്റിംഗ് പാർട്ണർ ആയിട്ട് ജോയിൻ ചെയ്യുക. മനസ്സിലായി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന റിസൾട്ടിന്റെ വോളിയത്തിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കും നമ്മൾ ഷെയർ ആയിട്ട് പെയ്ഡ് ആഡ്സ് റൺ ചെയ്തിട്ട് വരുന്ന റിസൾട്ട്സിന്റെ ആ സെയിൽസിന്റെ ഒരു പെർസെന്റേജ് പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ്. നൈസ്. അപ്പൊ അത് പ്രോഫിറ്റ് ഷെയർ ബേസ്ഡും റവന്യൂ ഷെയർ ബേസ്ഡും വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപെൻഡ്സ് ഓൺ ബിസിനസ്. അപ്പം സിനാർക്കിന് ഇപ്പൊ ഫസ്റ്റ് മന്ത് തന്നെ അവരുടെ ഒരു ആവറേജ് റോവാസിന്റെ ഒരു 2x എബോ ഓൾമോസ്റ്റ് 3x അവരുടെ റോവാസ് ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്തു അവർക്ക്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെയാണ് ഗ്രൂപ്പിൽ അതെ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് ഒരു ലോസിലായിരുന്നു അവര്
അതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. റൈറ്റ്. അപ്പൊ അതിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 6+ months മേളിലായി. എനിക്ക് 1 year അടുത്താറായി. 1 year അടുത്തായി. കറക്റ്റ് സമയം പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നമ്മൾ സ്കെയിൽ ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇപ്പം UAE-യിലേക്ക് launch ചെയ്തിട്ടുണ്ട്. അതിനുള്ള ധൈര്യങ്ങളാണ് കൊടുത്തത്. ഓൺലൈൻ മാത്രമാണ്, ഓഫ്ലൈൻ ഇല്ല അവർക്ക്. നമുക്ക് ഓഫ്ലൈൻ ഇല്ല, പക്ഷേ ദുബായിൽ നമ്മളിപ്പോ ഒരു ഓഫ്ലൈൻ അവർക്ക് അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് വലിയൊരു ലിമിറ്റേഷൻ ആയിരുന്നു ആസ് എ ബിസിനസ്. നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആൾക്കാർക്ക് നേരിട്ടൊന്ന് ഒരു ടച്ച് ആൻഡ് ഫീലിലാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു പ്രോഡക്റ്റെങ്കിലും അവരൊന്ന് ലുക്ക് ആൻഡ് ഫീലിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആഡ് ചെയ്തോളൂ. അല്ല, ജസ്റ്റ് ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ വരും. അപ്പൊ അതില്ലാതെ തന്നെ നമുക്ക് സ്റ്റിൽ നമുക്ക് ഓൺലൈനിൽ അത്രയും പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അപ്പം ഇപ്പം നമുക്ക് നന്നായിട്ട് ഡേറ്റയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റിസൾട്ടുകളെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ദുബായിലേക്ക് നിങ്ങൾ പോകുമ്പോൾ സിനാർക്കിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആദ്യം ആഡ്സ് റൺ ചെയ്ത് നോക്കിയോ? യെസ്, നമ്മൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അതായത് ദുബായിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അവിടെ എന്നിട്ട് സെയിൽ വന്നോ? സെയിൽ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? നമുക്ക് ഇനിഷ്യൽ തന്നെ എൻക്വയറീസ് വന്നായിരുന്നു. അപ്പൊ അതിൽ നിന്ന് സെയിൽ വന്നവരുടെ അടുത്ത് ഇവിടുന്ന് ഷിപ്പ് ചെയ്യാനായിട്ടുള്ള താമസം കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് കൺവേ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തു. ഓ, വെരി നൈസ്. അപ്പൊ പിന്നെ വളരെ ക്ലിയർ ആയിരുന്നു. നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും ഡേറ്റ ബാക്ക്ഡ് ആണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു ഡേറ്റ ഡ്രിവൺ ആയിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അത് ഏത് ക്ലയന്റാണ്. അതിപ്പോ നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MNS-ലൊക്കെ ഒരു 200 പേജുകളുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഒരു മാസം എടുക്കുന്ന ഡേറ്റ. അത്രയും ഡീറ്റെയിൽ നമ്മൾ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഒരു ഊഹാപോഹം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കൃത്യമായ ഒരു ഡേറ്റ ഉണ്ടാവും. ഇത് കാര്യം ഇന്ന ചെയ്യാനായിട്ട് അതിന്റെ റീസൺ ഇതാണ്. ഈ ഒരു ഡേറ്റ നമുക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഇതാണ്. സോ നമുക്ക് ഇത് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് US UK നോക്കില്ല സിനാർക്ക് പോലത്തെ ഒരു ബ്രാൻഡ്? മെയിൻ ആയിട്ട് അത് ഇവർക്ക് ഒരു കംഫർട്ട്. നേരെ ദുബായിലേക്ക് പോവാന്നില്ലാണ് നമ്മള്. അതിനകത്ത് നമുക്ക് ഷിപ്പിങ്ങിനും കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായി. UAE കുറച്ചുകൂടി ഈസി ആയിരിക്കും. വി ഹാവ് ലിങ്ക്സ് ടു ദുബായ് ഓൾറെഡി. ഓക്കെ, MYOP എന്തായിരുന്നു നിങ്ങളുടെ റൂള്? MYOP ഞാൻ കുറെ റെയ്ഹാനോടൊക്കെ പറഞ്ഞതാണ്. നിങ്ങള് ഹി വാസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഓൺലൈൻ. അതിപ്പോ ഷാഹിലാണ് എനിക്ക് മനസ്സിലായി. ഷാഹിലിന് ചെയ്യണമെന്നുണ്ട്, പക്ഷെ റെയ്ഹാൻ അത്ര പെർട്ടിക്കുലർ അല്ല. സോ എങ്ങനെയായിരുന്നു ആ ഒരു പ്രൊജക്ടിനെ ചെയ്യുന്നത്? ഷാഹിൽ ഞാനും ഇതുപോലെ പരിചയപ്പെട്ട് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞിട്ടാണ് അവര് ഓൺബോർഡ് ആവുന്നത്. അപ്പൊ അവർക്ക് ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഷാഹില് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവര് എല്ലാ കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ച് കൺവിൻസ് ആയി കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു വർഷം കൊണ്ട് അവര് ഇതിന്റെ സ്കോപ്പ് എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ ഒരു വർഷം മുമ്പത്തെ പോഡ്കാസ്റ്റിലും റെയ്ഹാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓൺലൈൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം വളരെ ക്ലിയർ ഒരു ഔട്ട്ലെറ്റ് ഇട്ടാതെ എങ്ങനെ വർക്ക് ചെയ്യാം. കാരണം ഹി നോസ് ദാറ്റ് ഗെയിം. ഓൺലൈൻ ഗെയിം ക്ലിയർ അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്ത പാർട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുമ്പ് കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആഡ് അക്കൗണ്ടിന്റെ ഡേറ്റ നമ്മളപ്പോൾ ഇനീഷ്യലി തന്നെ ഓഡിറ്റ് ചെയ്തു. അതിൽ നിന്നുള്ള ഒരു ഡേറ്റ വെച്ച് നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നമുക്കത് കോൺഫിഡന്റ് ആയിരുന്നു ഈ ഒരു ഡേറ്റ വെച്ച് നമുക്കത് എടുക്കാൻ പറ്റുന്നുള്ളത്. സോ അപ്പൊ അത് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഓൾറെഡി ഒരു ഇത് പറഞ്ഞു. പിന്നെ കുറച്ച് ടൈം കൂടെ കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. സോ ഒരു മന്ത് ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് വീക്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു മന്ത് കഴിഞ്ഞപ്പോ തന്നെ ഒരു 6 figures ആയിരുന്ന റവന്യൂ 7 figures ആയി. നമ്മളൊരു 3rd വീക്ക് സ്റ്റാർട്ട് ചെയ്തു. എത്ര എക്സ് കൂടിയിട്ടുണ്ടോ? അങ്ങനെ കുറച്ചുകൂടി ഒരു ആവറേജ് ഒരു 3 months നമ്മളൊരു ആവറേജ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. വേരിയഡ് ആവും. അപ്പോൾ ഒരു 3 മാസത്തിന്റെ പ്രീവിയസ് 3 monthsന്റെ ഒരു ആവറേജ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഓൾമോസ്റ്റ് 30% ഇൻക്രീസ് എബോവ് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാരണം MYOP ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബ്രാൻഡാണ്. പീപ്പിൾ ഓൾറെഡി നോ, അവയർനെസ് ബിൽട്ടാണ്. അതെ, നിങ്ങൾ കൺസിഡറേഷനും മറ്റേ എന്താ പറയുക കൺവേർഷനും ഫോക്കസ് ചെയ്താൽ. അതെ. സോ അപ്പൊ നെക്സ്റ്റ് മന്ത് ഒരു ഫുൾ മന്തിലേക്ക് വന്നപ്പോൾ 2nd month ആണ് ഫുൾ മന്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ മന്ത് ഇവരുടെ ഇപ്പൊ പറഞ്ഞൊരു ആവറേജ് 3 monthsന്റെ ഡേറ്റ നോക്കുമ്പോഴത്തേക്കും അറൌണ്ട് 80% ഇൻക്രീസ് ടോട്ടൽ റവന്യൂവിൽ വന്നു. അപ്പൊ ആ മന്ത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഓൾറെഡി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മളൊരു ലേണിംഗ് പീരീഡ് ആണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പൊ പ്രോഫിറ്റും റവന്യൂ രണ്ടിനും മേളിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ ട്രെയിൻ ചെയ്യുക നമ്മുടെ അൽഗോരിതത്തിന്. സോ അവരും അത് എഗ്രി ചെയ്തു. അപ്പം നമുക്കൊരു റോവാസ് ഒരു ആവറേജ് ഒരു 4.5 ഒക്കെ ആയിരുന്നു ആ ഒരു മന്തിൽ ഇനീഷ്യലി നമുക്ക് റോവാസ് വന്നിരുന്നത്. കറക്റ്റ്. 2nd month കഴിഞ്ഞ് 3rd monthലേക്ക് വന്നപ്പോൾ നമ്മൾ അതിന്റെ റോവാസ് തന്നെ ഇൻക്രീസ് ചെയ്തു. ബഡ്ജറ്റ് കൂട്ടാതെ തന്നെ അവരുടെ റവന്യൂ കൂടി. അതൊരു കൈൻഡ് ഓഫ് സ്കെയിലിംഗ് നമ്മൾ അവർക്ക് ചെയ്തു. അവർക്ക് പ്രോഫിറ്റബിലിറ്റി ആണ് അവർക്ക് കൂടുതൽ വേണം. കാരണം ഓൾറെഡി അവർക്ക് ഓഫ്ലൈനിൽ സെയിൽസ് വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട്. അവർ ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. കറക്റ്റ്. സോ വെൻ ദേ ആർ കമ്മിങ് ടു ഓൺലൈൻ ദേ ഷുഡ് ഹാവ് എ റീസൺ വൈ ഷുഡ് ദേ ഇൻവെസ്റ്റ് മോർ എമൗണ്ട് ഹിയർ. സോ അവിടെ ഞാൻ ചുമ്മാ റവന്യൂ ഡ്രൈവ് ചെയ്തിട്ട് കാര്യമില്ല. ആഡ് സ്പെൻഡ് കൂട്ടി റവന്യൂ ചെയ്ത് വരുമ്പോൾ അവർക്ക്
പ്രോഫിറ്റബിളി റവന്യൂ ഇൻക്രീസ് ചെയ്യണം. സോ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയത് അപ്പം റോവാസ് ഇൻക്രീസ് ചെയ്യുക. ആഡ് സ്പെൻഡ് കൂട്ടാതെ റോവാസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 10 രൂപയാണ് കിട്ടുന്നത്. അതേ 1 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ അത് 11 അല്ലെങ്കിൽ 15 ആക്കുമ്പോൾ ആ കൂടുന്ന 1 പ്രോഫിറ്റിലേക്കാണ് പോകുന്നത്. അതെ, കറക്റ്റ്. സോ ഇതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസും എല്ലാ കാര്യങ്ങളും അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് ചെയ്തിട്ട് ഇപ്പം വിച്ച് ഈസ് മേക്കിംഗ് മോർ മണി? ഈസ് ഇറ്റ് ഇൻ ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് ഓർ ഈസ് ഇറ്റ് ഇൻ ഓൺലൈൻ? ഞാൻ ഓഫ്ലൈനിലുള്ളവരുടെ ഡേറ്റ നമ്മൾ അത്രയും ഷെയറിങ് അല്ല. ഞാൻ പ്രോഫിറ്റിന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ 4.5 ആവറേജ് റോവാസ് ഉണ്ടായിരുന്നത് ഇപ്പം 8.8 ആൻഡ് എബോവ് ആണ് റോവാസ് ഇപ്പം മന്ത്ലി ആവറേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു 3 മന്ത് ആവറേജ് ഓർഗാനിക് റിസൾട്ടിന്റെ ഇപ്പം നിലവിലൊരു അബൌട്ട് 3 times ഹയർ ആണ് ഇപ്പം അവരുടെ ടോട്ടൽ റവന്യൂ ഓൺലൈനിൽ വരുന്നത്. അത് സ്റ്റിൽ ഇനി നമുക്ക് അതിന്റെ ഫർദർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഓഫ്ലൈൻ ഔട്ട്ലെറ്റ്സിനൊക്കെ കടത്തി വെട്ടും ഓൺലൈൻ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ MYOP ഇപ്പൊ 50+ ഔട്ട്ലെറ്റ്സ് ആയിട്ടുണ്ട്. അവര് ചെയ്യുന്നത് തന്നെ ഓരോ ഔട്ട്ലെറ്റും കൂട്ടുന്നതിനനുസരിച്ച് അവിടെ കിട്ടുന്ന റവന്യൂ ലിമിറ്റ് ഉണ്ട്. പക്ഷേ നൗ വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ ഡൂയിങ് പാൻ ഇന്ത്യ. ഇതിനൊരു ലിമിറ്റ് ഇല്ല. ആൻഡ് ഐ തിങ്ക് എന്താ പറയാ, അങ്ങോട്ട് പരന്ന് കിടക്കുകയാണ് MYOP സ്കെയിൽ ചെയ്യാൻ. അത് നമ്മള് ഓഫ്ലൈൻ സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് വേറെ നമ്മുടെ ആഡ്സിൽ ഇതുവരെ ഉള്ള ഒരു പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ്, എനിക്ക് മനസ്സിലായി. എത്ര കാലമായി ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? അവരും ഇപ്പൊ ഓൾമോസ്റ്റ് 1 year അടുത്തായി. 1 year അടുത്തായി. യെസ്, ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, അത് ക്ലിയറാ. ഇനി എനിക്ക് അറിയേണ്ടതാണ് മേജർ. നമ്മൾ ഈ കോം ഷോ പോഡ്കാസ്റ്റിനാക്കിയ മാഫിയ ഉണ്ടാക്കിയതിനൊക്കെ കാര്യമുണ്ട്. ബേസിക്കലി നമ്മൾ തന്നെ ഇത് വളരെ സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങിയത് 1 കൊല്ലത്തിന് ശേഷം. അതുവരെ ഇത് ഓടിക്കാനുള്ള കാശ് എവിടുന്നോന്ന് വരണം, അത് വരുന്നുണ്ട്. പക്ഷെ ഇതൊരു ഫുൾ ടൈം ആക്ടിവിറ്റിയാണ്. കാരണം ഇത് വെച്ചിട്ട് ആൾക്കാർ കോടികളെ ബിസിനസ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ഓക്കെ, ദിസ് ഈസ് എ സീരിയസ് ബിസിനസ്, ഫുൾ ടൈം ഇൻവെസ്റ്റ്. അങ്ങനെയാണ് ഈ കോം ഷോ ഞങ്ങൾ ഫുൾ ടൈം ഇറങ്ങാൻ തീരുമാനിച്ചത്. ഓക്കെ, ഇനി മേജർ സാധനം നമ്മൾ ഇതുവരെ ഒന്നും ഡിസ്കസ് ചെയ്യാത്ത സാധനമാണ് ടിക്ടോക്ക്. വാട്ട് ഈസ് ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്. ഇത് നമ്മൾ ഇതുവരെ നമ്മളെ ഇവിടുത്തെ മാർക്കറ്റിൽ അങ്ങനെ ഒത്തിരി മാർക്കറ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യാം. മിഡിൽ ഈസ്റ്റ് ആണ് അറിയേണ്ടത്. എന്താണ് അവിടെ നടക്കുന്നത് ഈ ഒരു കാറ്റഗറിയിൽ? ടിക്ടോക്ക് പേഴ്സണലി ഞാനിപ്പം മാനേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റോവാസ് വൈസ് ആണെങ്കിലും സ്പെൻഡ് ആണെങ്കിലും കോസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ട് ഏറ്റവും ഒരു ടോപ്പ് റിസൾട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ചാനൽ ടിക്ടോക്ക് ആണ്. UK മാർക്കറ്റ് ആണെങ്കിലും അല്ലാതെ നമുക്ക് ഗൾഫ് റീജിയൻ ആണെങ്കിലും ടിക്ടോക്ക് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു റിസൾട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ആ ചാനല് ഞാൻ ടിക്ടോക്കിന്റെ റെപ്സ് ഇപ്പം UK യിലാണെന്നുണ്ടെങ്കിൽ ടിക്ടോക്ക് റെപ്സ് മീഡിയ പാർട്ട്നേഴ്സ് ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പം അവരുമായിട്ട് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ വീക്കിലി ഒരു 1 or 2 times ഇൻ പേഴ്സൺ മീറ്റിംഗ് ഉണ്ടാവും. അവരുടെ ഓഫീസിൽ എല്ലാം നന്നായിട്ട് എൻഗേജ് ചെയ്യും. അവർ നമ്മുടെ ഓഫീസിൽ വരും. ആ പ്ലാറ്റ്ഫോമിനകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഫ്രണ്ട് ആയിട്ട് തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരും. അവരുടെ ബീറ്റ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഓക്കെ, അവരുടെ പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമിയം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് യെസ് അതിന് മുന്നേ ചെയ്യാറുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ പബ്ലിക്കിന് മറ്റ് അഡ്വർടൈസേഴ്സിന് അവൈലബിൾ അല്ലാത്ത കുറെ പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. ഹയർ സ്പെൻഡിൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞു ടേക്ക് ഓവേഴ്സും അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഉണ്ട്. അതും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ സ്മോൾ സ്കെയിലിൽ അത്രയും കോർപ്പറേറ്റ് ബ്രാൻഡ്സ് അല്ലാത്ത ഒരു റീജിയണൽ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പം ടിക്ടോക്ക് ആസ് എ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മെറ്റയുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ അധികം അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ ടിക്ടോക്ക്. അപ്പൊ ടിക്ടോക്കിൽ അപ്പൊ ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ഒരു D2C അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് സെഗ്മെന്റ് പറയാ ടിക്ടോക്കിൽ ഇപ്പം മാർക്സ് ആൻഡ് സ്പെൻസർ ടിക്ടോക്കിൽ ഉണ്ടോ? യെസ്, ടിക്ടോക്കിലാണ് നമുക്ക് മാർക്സ് ആൻഡ് സ്പെൻസറിന്റെ ഏറ്റവും ഹയർ റിട്ടേണും കിട്ടുന്നത്. അപ്പൊ സ്പ്ലിറ്റ് പറയുമ്പോൾ ഈ ബഡ്ജറ്റ് സ്പ്ലിറ്റ് പറയുമ്പോൾ ടിക്ടോക്കിൽ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെറ്റയിൽ എത്ര സ്പെൻഡ് ചെയ്യും? നമ്മളത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. എപ്പോഴും നമ്മൾ പറഞ്ഞു ഡേറ്റ ഡ്രിവൺ ആണ്. അപ്പൊ നമ്മളിപ്പോ പുതിയൊരു ക്യാമ്പയിൻ ഇപ്പം KFCയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. KFCക്ക് ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ബർഗറിന്റെ ഒരു ലോഞ്ച് ഈ വർഷം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് ഇയേഴ്സിലെ ഡേറ്റ നോക്കും. സ്പൈസി ഫ്ലേവറിന്റെ പ്രോഡക്റ്റിന്റെ തന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ അനലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ട്രാഫിക്കിന്റെ ക്വാളിറ്റി, വന്നിരിക്കുന്ന പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, അതുപോലെ തന്നെ ആൾക്കാരെ റീച്ച് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കോസ്റ്റ് CPM, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ നമുക്ക് വന്ന് എവിടെ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യും. അത് ഓൾറെഡി നമ്മൾ ആ ക്യാമ്പയിൻ കഴിയുമ്പോൾ തന്നെ ഒരു PC എന്ന് പറയും, പോസ്റ്റ് ക്യാമ്പയിൻ അനാലിസിസ്. ക്യാമ്പയിൻ കഴിയുമ്പോൾ അനാലിസിസിൽ ഈ പറഞ്ഞ ഇൻസൈറ്റ്സ് എല്ലാം നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇവിടെ
ഏത് ചാനലാണെന്ന് ഓൾറെഡി ഒരു ഇൻസൈറ്റ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹയർ ആയിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇപ്പം അലോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ് നിങ്ങൾ ടിക്ടോക്കിൽ ഏതൊക്കെ ചാനൽസ് ഉണ്ട്? മാർക്സ് ആൻഡ് സ്പെൻസർ ആണെങ്കിൽ ടിക്ടോക്ക് ഉണ്ട്, മെറ്റ ഉണ്ട്, പിൻട്രസ്റ്റ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, പിന്നെ യൂട്യൂബ് ഉണ്ട്. ഓക്കെ, ആ അലോക്കേഷൻ എങ്ങനെയായിരിക്കും? അവിടെ നമ്മള് കൂടുതൽ പോകുന്നത് യൂട്യൂബിലും അതുപോലെ തന്നെ ടിക്ടോക്കിലാണ് ഏറ്റവും കൂടുതൽ മേജർ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇവരുടെ ഡേറ്റനെ ബേസ്ഡ് ആണ് ആ ബഡ്ജറ്റ് അലോക്കേഷൻ പോയത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ MYOP അല്ലെങ്കിൽ സിനാർക്ക് ദുബായിലുണ്ട്, MYOP ദുബായിലില്ല, ഇവിടെ ഉണ്ട്. അപ്പൊ MYOP സിനാർക്ക് ഇത് ഏതെങ്കിലും ടിക്ടോക്ക് സ്നാപ്ചാറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സിനാർക്കിന് നമ്മൾ ടിക്ടോക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആഡ് അക്കൗണ്ടിന്റെ മറ്റു പരിപാടികളെല്ലാം റെഡി ആക്കി വെച്ചിരിക്കും. ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ 2 ക്ലയൻസ് അല്ലാതെ വേറെ ബ്രാൻഡ്സിന് നമ്മൾ ടിക്ടോക്ക് എക്സ്പ്ലോർ ചെയ്യാം. മിഡിൽ ഈസ്റ്റിലും US-ലും UK-ലും ഒക്കെ. UK നടക്കട്ടെ, നമ്മള് ഓക്കെ പറഞ്ഞോ, ഏതൊക്കെ ബ്രാൻഡ്സ് അല്ലേ നിങ്ങളൊരു എക്സാമ്പിൾ? കൂടുതൽ അതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ വരുന്ന സ്റ്റോറുകളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ അവർക്ക് കൂടുതലും ഈ പറഞ്ഞ മാർക്കറ്റ്സിലാണ്. ടിക്ടോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിരിക്കുന്നത്. അതിനുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ലോവർ കോസ്റ്റ് പെർ പർച്ചേസ് ഉണ്ട്, ഹയർ റോവാസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ടിക്ടോക്ക് ആണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ആക്കുന്നത്. ഓക്കെ, പക്ഷേ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സീസണിൽ മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 2 എലമെന്റ്സ് ആണ്. ഒന്ന്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിനൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. വൺസ് നമ്മളൊരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കെയിൽ ചെയ്യുക. എത്ര ഫാസ്റ്റ് ആയിട്ട് സ്കെയിൽ, കാരണം ഷോർട്ട് ടൈം ആണ്, ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് അതിൻ്റെ ഒരു ടൈം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ മാക്സിമം നമ്മൾ സ്കെയിൽ ചെയ്യണം. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഒരു 2 ഡേയ്സിൽ നമ്മളൊരു $55,000 റവന്യൂ 2 ദിവസം കൊണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അത് അത്രയും ലാർജ് സ്കെയിലിലെ ക്യാമ്പയിൻസിന് നമുക്ക് പെട്ടെന്ന് തന്നെ മിനിറ്റിൽ തന്നെ ക്യാമ്പയിൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് പോവുക. പക്ഷെ അതൊരു പ്രോപ്പർ ബ്രാൻഡിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. തൽക്കാലത്തെ ഇവിടുത്തെ ഗോൾ ട്രേഡിംഗ് പോലെയാണ്. എക്സാക്ട്ലി, ഇവിടുത്തെ ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ബൂം പോകുന്നതിന് മുന്നേ തന്നെ ഈ പ്രോഡക്റ്റ് മാക്സിമം സെയിൽസ് ചെയ്യാം. ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിന് പർച്ചേസ് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഇപ്പൊ ഉള്ള ഡേറ്റ വെച്ചിട്ട് മാക്സിമം സ്കെയിൽ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പറയാൻ ഒരു ഡേ ട്രേഡിംഗ് പോലെയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഡയറക്റ്റ്ലി പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞത് ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ അനലൈസ് ചെയ്യുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറും ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റും അതിൽ നിന്ന് നമുക്ക് വരുന്ന നെറ്റ് പ്രോഫിറ്റും. ഇത് മെയിൻറ്റെയിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, അത് മാർജിൻ കുറയാതെ തന്നെ നമ്മുടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ റിസൾട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു മോണിറ്ററിംഗ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഡേ ട്രേഡിംഗ് കമ്പയർ ചെയ്തത്. ഇത് ഒരു അത്ര ലാർജ് സ്കെയിൽ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് റിലവന്റ്. പക്ഷേ യു സേ ദാറ്റ് ഹൈ എമൗണ്ട് ഓഫ് സ്പെൻഡ് ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗിലേക്കൊക്കെ മൂവ് ചെയ്ത് നോക്കാം അല്ലേ? ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ചെറിയ ബഡ്ജറ്റ് മാത്രം വെച്ച് ഇത്രേ ഉള്ളൂ. നമുക്കൊരു 10 പ്രോഡക്റ്റ് എങ്കിലും മിനിമം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് എങ്കിലും നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഗ്യാരണ്ടീഡ് അല്ല. കറക്റ്റ് മനസ്സിലായോ? അപ്പം അത് ഹൈ റിസ്ക് ആണ്, ഹൈ റിട്ടേൺസ് ആണ്. സംടൈംസ് ലക്കാണ്. ഒരു ബിഗിനർ ലെവലിൽ നോക്കുമ്പോഴത്തേക്കും അവർ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ക് ബേസ്ഡ് മാത്രമാണ്. ചിലപ്പോൾ ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് വിന്നിങ് ആവാം, ചിലപ്പം 10 എണ്ണം കഴിഞ്ഞിട്ട് വിന്നിങ് ആവത്തില്ല. അപ്പൊ അവരുടെ വർക്ക്ഔട്ട് ആകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു SOP ഉണ്ട്, അതിനകത്ത് ഫോളോ ചെയ്യേണ്ട പ്രോസസ് ഉണ്ട്. പക്ഷെ അവിടെ സ്റ്റിൽ ഒരു പ്രൊഡക്റ്റ് മിനിമം നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു പ്ലാറ്റ്ഫോം, ഇപ്പൊ ടിക്ടോക്ക് മാത്രം എടുക്കുകയാണെന്ന് വെച്ചോ, ടിക്ടോക്ക് മാത്രമാണ് നമുക്ക് US മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വിന്നിംഗ് ആണോ എല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ദിവസം ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണമെങ്കിൽ മിനിമം ഒരു $50 എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്ത് നോക്കണം. അപ്പൊ ആ ഒരു സ്പെൻഡിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഡേറ്റ ഉണ്ടല്ലോ, അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് വർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് വർക്ക് ആകത്തില്ലെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തോണം. പക്ഷെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അത് അവര് കണ്ടിന്യൂ ചെയ്യും. അവർക്ക് ഓൾറെഡി ആ ഡേറ്റ അത്ര വർക്കിംഗ് ആവത്തില്ല, പക്ഷെ സ്റ്റിൽ അവർ അതിനൊരു $200,000-300,000 വരെ അതിനകത്ത് സ്പെൻഡ് ചെയ്യും. പക്ഷെ അവർക്കൊന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ പറയും ബ്രാൻഡുകൾക്ക് ലേണിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ആ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഒരിക്കലും ഒരു ഡ്രോപ്പ് ഷിപ്പിംഗിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ പെയ്ഡ് ആഡ്സ് സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ്, ഒരു പ്രോപ്പർ ബ്രാൻഡിന്റെ ഡിഫറെന്റ് ആണ്. പ്രോപ്പർ ബ്രാൻഡ് എപ്പോഴും നമ്മൾ ലോങ് ടൈം ആണ് നോക്കുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി ഇല്ല, ലോങ് ടൈമും ഇല്ല, ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ട്രൂ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു $3,500 വേണ്ടി വരും ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ 10 പ്രൊഡക്റ്റ് $35,000 ഒരു ദിവസങ്ങൾ സ്പെൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് തന്നെ ബേസിക് ആയിട്ട്
പറയുന്നതാണ്. ബേസിക് മിനിമം minimum അത്രയ്ക്ക് spend ഇതിനകത്ത് ഞാൻ പറയാം, ഈ 10 പ്രോഡക്റ്റും അവർ റാൻഡമായിട്ട് കുറെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നിൽക്കത്തില്ല. അവിടെ പ്രോപ്പർ ആയിട്ട് അവർ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണോ, ഏതൊക്കെ സിഗ്നൽസ് അല്ലെങ്കിൽ ഏത് ഡേറ്റ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണോ അവർ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് എത്രത്തോളം എന്താ പറയാ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആണോ, അവരുടെ പ്രോഡക്റ്റ് റിസർച്ച് എത്രത്തോളം പ്രോപ്പർ ആയിട്ടാണോ അവർ ചെയ്യുന്നത്, അതിന്റെ വാലിഡേഷൻ മാത്രമാണ് പെയ്ഡ് ആഡ്സ് നമ്മൾ ചെയ്യുന്നത്. പ്രോഡക്റ്റ് സ്റ്റിൽ റിസർച്ച് ചെയ്യാനായിട്ട് അവർക്ക് സ്റ്റിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ടിക്ടോക്കിന് ആണെങ്കിൽ അതിന്റെ ആഡ്സ് ലൈബ്രറിയും മെറ്റഡ് ആഡ്സ് ലൈബ്രറി നോക്കുമ്പോൾ നമുക്ക് കുറച്ച് റണ്ണിങ് ആയിട്ടുള്ള ആഡ്സ് കാണാൻ പറ്റും. പക്ഷെ അതിനൊക്കെ കൂടുതൽ ഇപ്പൊ പിപ്പി ആഡ്സ് പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് നമുക്ക് ടോട്ടൽ ഒരു ഡ്രോപ്പ് ഷിപ്പേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൂൾസ് ആണ്. പിപ്പി ആഡ്സ് എന്താണ്? പിപ്പി ആഡ്സ് എന്ന് പറയുമ്പോൾ കുറെ അധികം അനലിറ്റിക്സ് ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു ടൂളാണ്. അതിനകത്ത് നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ഓൺലൈൻ ആഡ്സിന്റെ, ഓൺലൈൻ സ്റ്റോഴ്സിന്റെ സ്കെയിൽ ചെയ്യുന്നതിന്റെ എല്ലാ ഇൻസൈറ്റ്സ് ഇവിടെ കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പിഫൈ സ്റ്റോർ ഇതിനൊരു പർട്ടിക്കുലർ റീജിയനിൽ റൺ ചെയ്യുന്ന ഷോപ്പിഫൈ സ്റ്റോറിന്റെ ആഡ്സ് മൊത്തം നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ സ്റ്റോറുകൾ ഇപ്പം ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ദിവസം ആഡ്സ് റൺ ചെയ്തിട്ടുണ്ട്, അവർക്ക് കിട്ടിക്കുന്ന ഒരു എസ്റ്റിമേറ്റഡ് ഇംപ്രഷൻസ് ഒക്കെ എത്രയാണ്. ഒരു കൈൻഡ് ഓഫ് സ്പൈ ടൂൾ ആണത്. മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് നമ്മളിപ്പോ നോക്കും, ഇപ്പൊ നമുക്ക് UK മാർക്കറ്റിൽ ഇന്നൊരു സെഗ്മെന്റിൽ വളർന്നു വരുന്ന പ്രോഡക്റ്റ്, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ സ്പെൻഡും ഇന്നത്തെ സ്പെൻഡ്, അല്ലെങ്കിൽ ഇന്നലത്തെ ഇംപ്രഷനും ഇന്നത്തെ ഇംപ്രഷനും നോക്കുമ്പോൾ ഓക്കെ, ഇത് ഇത്രയിൽ നിന്ന് ഒരു 10ൽ നിന്ന് നേരെ 100% ആയിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ 2 ദിവസം കയറുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവൻ അത് സ്കെയിൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് ആഡ്സ് കൂടുന്നുണ്ടോ ടിക്ടോക്കിലാണെങ്കിൽ. ട്രൂ. അപ്പൊ അങ്ങനെയാണ് ബേസിക്കലി ഡ്രോപ്പ് ഷിപ്പിംഗ്. പക്ഷേ അഗൈൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ടു റിസ്കി. അറിയാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈകൊള്ളും. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര മിനിമം ബഡ്ജറ്റ് ഞാൻ കാണണം? ആക്ച്വലി ബഡ്ജറ്റ് എങ്ങനെ പോയാലും നമ്മളൊരു ബഡ്ജറ്റ് ഞാൻ അങ്ങനെ എക്സാക്ട്ലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും മിനിമം നമ്മൾ നേരത്തെ പറഞ്ഞ, ഇപ്പൊ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ എത്രയാണ്. അപ്പൊ അതിന്റെ ഒരു 10 പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് 35,000 ഒരു ദിവസത്തേക്ക് വേണം. അപ്പൊ എത്ര കാശ് പൊട്ടിച്ചാൽ എനിക്ക് ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എനിക്ക് അത് ഒരിക്കലും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പൈസ പൊട്ടിക്കുന്നതിലല്ല, നിങ്ങൾ റിസർച്ച് എത്രത്തോളം പ്രോപ്പറാണ്, നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ മെത്തേഡ്സ് പഠിക്കുന്നത് അത് എത്രത്തോളം പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്ത ആൾക്കാരുടെ അടുത്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ റിസർച്ച് ചെയ്ത് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ് കിട്ടിയതിന് ശേഷം അത് റിസർച്ച് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഡ്രോപ്പ് ഷിപ്പ് ചെയ്യാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ഗസ്റ്റിനോട് ചോദിക്കാനാണ്, AI നിങ്ങൾ എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത്? AI ഇപ്പം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അത് WPP-ലാണെന്നുണ്ടെങ്കിൽ WPP-ക്ക് അകത്ത് AI-യുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. WPP-ക്ക് ഒരു വിഷൻ ഉണ്ട്, ബൈ 2030 അവരുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മാക്സിമം ആക്ടിവിറ്റീസ് AI ബേസ്ഡ് ഏജന്റിക് വർക്കിംഗ് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു പരിധി നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഇച്ചിരി കുറയും. കമ്പ്യൂട്ടർ വന്ന പോലെയാണ്, കമ്പ്യൂട്ടർ ഡിപ്ലോയ് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് WPP-യുടെ ഈ പറഞ്ഞ ഏജൻസ് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഒരു കോർ ടീമാണ് ഞാനും. അപ്പൊ UK മാർക്കറ്റിൽ നിന്ന് ടോട്ടൽ പെയ്ഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾ 5 മെമ്പേഴ്സാണ് ടോട്ടൽ WPP-യുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള AI ഏജൻസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു മാർക്കറ്റിംഗുള്ള എക്സ്പെർട്ടീസും ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇൻഫ്രാസ്ട്രക്ചറും യൂസ് ചെയ്തിട്ട് ബൈ യൂസിങ് പ്രോംപ്റ്റും പിന്നെ ഒരു ടോട്ടൽ ഒരു ലോജിക്കും കൂടെ വെച്ചിട്ട് നമ്മളിപ്പോ മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആ ഏജന്റ് വെച്ചിട്ട് എല്ലാ ടീമിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്തു. അതൊരു സൈഡിൽ ഏജൻസിനെ ബിൽഡ് ചെയ്തോണ്ടിരിക്കും. പിന്നെ അതല്ല പേഴ്സണലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ കൂടുതലുണ്ട്. ഞാൻ ഇന്നാള് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കോമറ്റ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ആഡ്സ് തന്നെ സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികൾ പ്രോംപ്റ്റ് വെച്ച് തന്നെ ആഡ്സ് ബിൽഡ് ചെയ്യുവാണ്. അപ്പൊ ഇതൊക്കെ ഒരു പരിധി നോക്കുകയാണെങ്കിൽ ഇനി മുതൽ ഒരു ലോ വാല്യൂ ഔട്ട്കം പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ ഏജൻസിക്ക് അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ബട്ട് ഇപ്പൊ ഞാനിപ്പോ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ട് ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് നമ്മൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. അതെ, കറക്റ്റ്. ഇപ്പൊ MYOP ആണെങ്കിൽ നമ്മൾ AI ഫീച്ചേഴ്സ് നമ്മൾ മെറ്റയ്ക്ക് അകത്ത് തന്നെയുള്ള അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിനകത്ത് അത്രയും നല്ല ഗ്രോത്ത് ഇൻക്രീസ് ഉണ്ട്. കറക്റ്റ്.
ഓൾമോസ്റ്റ് ഇപ്പം റോസ് ആണെങ്കിൽ തന്നെ നമ്മൾ 2x ഇൻക്രീസ് ചെയ്തതിൽ വലിയൊരു പങ്ക് നമുക്ക് AI യൂസ് ചെയ്തേക്കുന്ന ക്രിയേറ്റീവ്സിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ അതിൽ ഇനീഷ്യലി നമുക്ക് കുറച്ച് ബ്രാൻഡ് ഗൈഡ് ലൈൻസിന്റെ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് അത് നമ്മൾ അവർക്കും കൂടെ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇനി ലൈവ് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. അവർക്കും ഓക്കെയാണ്, നമുക്ക് റിസൾട്ടും ഓക്കെയാണ്. വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒരു പോസ്റ്റർ വെച്ച് അതിന്റെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളാണെങ്കിലും ഒരു പോസ്റ്ററിന്റെ ഒരു സജഷൻ വേണം ടീമിന് കൊടുക്കുമ്പോൾ, ഞങ്ങൾ അതിന് ജെമിനയിൽ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യും. അതെ, അത് അവരുടെ ടീമിന് കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് പെട്ടെന്ന് ആ കാര്യം കണക്ട് ആവും. നമ്മൾ correct. വെർബലി എക്സ്പ്ലെയിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മോക്കപ്പ് കൊടുക്കാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു വെബ്സൈറ്റിനകത്ത് വേണ്ട ചേഞ്ച് ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് ഇപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ കോളിൽ ഇരുന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സാധനം Correct. ഞാൻ നേരെ ലബബിൾ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്താണ് ഇതാണ് അത് പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് യെസ് ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് എക്സാക്ട്ലി വേണ്ടത്. ക്രിയേറ്റീവ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഇത് മോക്കപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. പണ്ടത്തെ ഗുസ്തി MCA. Yes. അപ്പൊ ഏജൻസികൾ ഏത് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്? WPP ആണെങ്കിൽ അവരുടെ തന്നെ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. WPP ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ LLM മോഡൽസും അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഡേറ്റ പുറത്തു പോകത്തില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ്. മനസ്സിലായി, ക്ലയന്റിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. കറക്റ്റ്. ഇപ്പൊ നോർമലി ഞാനിപ്പോ ChatGPT പോയിട്ട് ഞാനൊരു ഡേറ്റ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈഡർ ഡേറ്റാബേസിലേക്കാണ്. അതെ. ഓഡിയൻസിനേക്കാൾ കൂടുതൽ ഈ മോഡൽ ട്രെയിൻഡ് ആവും ഈ വൈഡർ ഡേറ്റ യൂസ് ചെയ്തിട്ട്. പക്ഷെ അപ്പുറത്തെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇത് ഇന്റർനെറ്റിനകത്താണ്. അതിനകത്ത് മാത്രമായിരിക്കും ഇത് ട്രെയിൻഡ് ആവുന്നതും ഈ ഡേറ്റ ഷെയർഡ് ആവുന്നതും. പക്ഷെ ഇപ്പൊ നമുക്ക് ഏജന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓഡിയൻസ് ക്രിയേറ്റ് വിച്ച് പ്ലാറ്റ്ഫോം വുഡ് യു സജസ്റ്റ്? മൾട്ടിപ്പിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കോമറ്റ് ബ്രൗസർ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ബെസ്റ്റ് ഏജന്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇനി ആ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനൂസ് AI എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് ബേസ്ഡ് ആണ്. ചൈനക്കാർ. അതെ, ചൈനീസ് ബേസ്ഡ് ആണ്. ലൈക്ക് അതൊരു ബ്രൗസർ പ്ലഗിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓൾമോസ്റ്റ് കോമന്റ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഈ പ്ലഗിൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഒരു ബ്രൗസർ തന്നെ വേണമെന്നില്ല. നമ്മൾ അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, then ആ പ്ലഗിൻ ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ആ പ്ലഗിൻ ആഡ് ചെയ്യുക. സോ പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആണ്, എനിക്കൊരു യൂട്യൂബ് വീഡിയോ, ഇപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ട്, ഈ വീഡിയോ റോ ഫയൽ വരുമ്പോൾ അത് ഫുൾ എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണണ്ട, ഞാൻ ഏജന്റിനെ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്താൽ ഇന്ന കീവേഡ്സോ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക, ഏത് ടൈമിലാണെന്ന് നോക്കുക. അപ്പോൾ ആ ബ്രൗസറിന്റെ ആക്സസ് ആ പ്ലഗിൻ എടുത്തിട്ട് അത് റിവ്യൂ ചെയ്ത വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് തരും. ഇപ്പൊ ഞാൻ അതിന് കുറെ കൂടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാനിപ്പം കുറച്ച് ഇമെയിൽസ് ഒക്കെ വരുമ്പോൾ എന്തായാലും മടുപ്പാ നമുക്ക് ഇമെയിൽസ് ഒക്കെ. ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ അവരുടെ മെയിൽ ടെംപ്ലേറ്റോ അവരുടെ സെൻഡർ അഡ്രസ് ഒന്നും കാണത്തില്ല. ഇത് ബേസിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏജന്റ് പോയി തപ്പിക്കോളും. നമ്മൾ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഏജന്റ് പോയി തപ്പി ഇതേ സാധനം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് പണിയെടുത്തോളും. മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ മൾട്ടിപ്പിൾ ഏജൻസിനെ വെച്ചിട്ട് പല പല ഉടായിപ്പുകളും മൈക്രോ എംപ്ലോയീസിനെ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അടിപൊളി. നിങ്ങൾക്കൊന്ന് ഇതുവരെ വന്ന ഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ AI ഏജൻസിനെ യൂസ് ചെയ്ത് നിങ്ങളായിരിക്കും. എനിവേസ്, താങ്ക് യു വെരി മച്ച് ടു കമ്മിങ് ഫോർ അവർ ഷോ. ഇനി MYOPയും സിനാർക്കും ഒക്കെ നിങ്ങൾ സ്കെയിൽ ചെയ്യട്ടെ, ടിക്ടോക്കിലും സ്നാപ്ചാറ്റിലും സ്കെയിൽ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.